പ്രിയമുള്ളവരെ, 2014 ആണ്ടില് ഇവിടെ ഒരു കുരിശടി സ്ഥാപിതമായി. അന്ന് വികാരിയായിരുന്ന പ്രിയപ്പെട്ട സജി തോമസ് തറയിലച്ഛന്റെ കാലത്താണ് കൊച്ചുതുണ്ടിൽ, അതായത് പുതുവേരിൽ ഷാജൻ ഡാനിയലും ജോയ്സ് ഷാജൻ ചേർന്ന് നമുക്ക് ഇവിടെ ഒരു കുരിശിനു വേണ്ടിയുള്ള സ്ഥലം നൽകുകയും കാര്യങ്ങൾ നിർവഹിക്കപ്പെടുകയും ചെയ്തു. കഴിഞ്ഞ ഞായറാഴ്ച സജിയച്ചൻ അത് അനുസ്മരിക്കുകയുണ്ടായി. ഷാജൻ ഡാനിയലിന്റെ മകൻ സ്റ്റാൻലി ഏതാണ്ട് 20 വയസ്സ് പ്രായമുള്ള സമയത്ത് മദ്രാസിൽ വെച്ച് ഒരു ആക്സിഡന്റിൽ ഈ ലോകത്തു നിന്നും കടന്നുപോയി. ആ മകന്റെ സ്മരണയിലാണ് ആ കുടുംബം ഇവിടെ കുരിശടി സ്ഥാപിക്കുന്നതിന് വേണ്ടതായ ക്രമീകരണങ്ങൾ ചെയ്ത് നൽകിയത്. ആ മകന്റെ ആത്മാവിന് നിത്യശാന്തി നേരുകയാണ്. സ്റ്റാൻലി 2012 മാർച്ച് മാസം 2-ാം തീയതിയാണ് ഈ ലോകത്തിൽ നിന്നും കടന്നുപോയത്. ആ മകന്റെ സ്മരണാർത്ഥമാണ് ഈ കുരിശടി ഇവിടെ സ്ഥാപിതമായത്. അതിനുശേഷം ഏതാണ്ട് 6 വർഷത്തിന് മുമ്പാണ് ഈ റോഡ് നവീകരിക്കപ്പെട്ടത്. അന്ന് ഈ കുരിശ് റോഡ് ലെവലിൽ നിന്ന് ഒത്തിരി താഴേക്ക് പോയി. എന്നാൽ അതിനുശേഷം ഇത് പുനർനിർമ്മിക്കേണ്ട ആവശ്യകതയുണ്ടായിരുന്നെങ്കിലും സാഹചര്യങ്ങൾ ഒത്തുവന്നത് ഇപ്പോൾ മാത്രമാണ്. ഇതിന്റെ ഓരോ കാര്യത്തിലും ദൈവത്തിന്റെ കൃപ കൂടെ ഉണ്ടായിരുന്നു എന്നുള്ളത് അനുഭവിച്ചറിയുവാൻ തക്കവണ്ണമായിട്ട് സാധിച്ചിട്ടുണ്ട്. പ്രതിബന്ധങ്ങൾ ധാരാളം ഉണ്ടായിരുന്നു. പക്ഷെ ആ പ്രതിബന്ധങ്ങളെയൊക്കെയും തമ്പുരാൻ അനുകൂലമാക്കി നൽകുകയുണ്ടായി. അങ്ങനെ ഇതിന്റെ പണിയുടെ പൂർത്തീകരണം നിർവഹിക്കുവാൻ തക്കവണ്ണമായിട്ട് സാധിച്ചു. പണി തുടങ്ങുന്നതിന് മുമ്പ് അഭിനയ പിതാവിനോട് ഇക്കാര്യത്തെ കുറിച്ച് അറിയിച്ചിരുന്നു. അതിനുവേണ്ട കാര്യങ്ങൾ നിർവഹിക്കുന്നതിന്റെ സമയങ്ങൾ അറിയിച്ചു. ഇതിന്റെ കൂദാശകർമ്മം ഇന്നേക്ക് തിരുമേനിയുടെ സമയം ക്രമീകരിച്ചാണ് ഇത് ഇന്ന് ഈ ദിവസത്തേക്കായിട്ട് ക്രമീകരിച്ചിരിക്കുന്നു. അല്ല എങ്കിൽ ഇനിയും ഒരു 1.5 മാസം കഴിഞ്ഞ് മാത്രമേ സാധിക്കുകയുള്ളൂ. മാതാവിന്റെ പെരുന്നാളിനോടനുബന്ധിച്ച് തന്നെ ഇതിന്റെ കൂദാശകർമ്മം നിർവഹിക്കണം എന്നുള്ളത് വലിയൊരു ആഗ്രഹമായിരുന്നു. അങ്ങനെ ഇന്നത്തെ ഈ ദിവസം സാധ്യതമായിരിക്കുകയാണ്. നമുക്കറിയാം, കഴിഞ്ഞ 2 ദിവസം കൊണ്ട് അപ്രതീക്ഷിതമായ കാലാവസ്ഥാ വ്യതിയാനങ്ങളാണ് സംഭവിച്ചിരിക്കുന്നത്. ആ കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ ഒത്തിരി ബുദ്ധിമുട്ടുകൾ പലരും അനുഭവിക്കുന്നുണ്ട്. രാവിലെ നമ്മൾ പ്രത്യേകമായി പ്രാർത്ഥന നടത്തുകയുണ്ടായി. ആ സമയത്ത് കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിരുന്നതാണ്. നമ്മുടെ തുമ്പാക്കുളം പള്ളിയുടെ സമീപത്തും അതുപോലെ തന്നെ കൊക്കാത്തോട് പള്ളിയുടെ സമീപത്തും ഒക്കെ ഇന്നലെയൊക്കെ ഒത്തിരി ബുദ്ധിമുട്ടുകളുണ്ടായി. എന്നാൽ അതിനൊക്കെയും വലിയ ആൾനാശമോ കാര്യങ്ങളോ ഇല്ലാത്ത കാര്യങ്ങളൊക്കെ ഒന്ന് ക്രമീകരിച്ചു വരുവാൻ തക്കവണ്ണമായിട്ട് ദൈവം കൃപ ചെയ്തിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഇന്ന് തന്നെ നമുക്ക് ഇത് നിർവഹിക്കപ്പെടുവാൻ തക്കവണ്ണമായിട്ട് ആഗ്രഹിച്ച് നമ്മൾ അതിന്റെ കാര്യങ്ങളൊക്കെയും പൂർത്തീകരിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. മുൻ വികാരിമാരായി നമ്മുടെ ഇടവകയ്ക്ക് സുധീരമായ നേതൃത്വം നൽകിയ വൈദിക സഹോദരങ്ങൾ എല്ലാവരും തന്നെ എത്തിച്ചേർന്നിട്ടുണ്ട്. സമീപ ഇടവകകളുടെ പ്രിയപ്പെട്ട അച്ഛന്മാരൊക്കെയും കടന്നു വന്നിട്ടുണ്ട്. അവരെയൊക്കെയും പ്രത്യേകമായി വളരെ സ്നേഹത്തോടു കൂടിയാണ് സ്വാഗതം ചെയ്യുന്നത്. ഇതിന്റെ ആവശ്യത്തിനായി ധാരാളം കൈത്താങ്ങലുകൾ ലഭിച്ചിട്ടുണ്ട്. ഈ ഫോട്ടോസൊക്കെ ഓരോരുത്തർ സ്പോൺസർ ചെയ്ത് തന്നിരിക്കുകയാണ്. അതുപോലെ തന്നെ ഇതിന്റെ ഓരോ കാര്യങ്ങൾക്കും ഇവിടെ ഒരു വഞ്ചി ക്രമീകരിച്ചിട്ടുണ്ട്. ആ വഞ്ചി ക്രമീകരിച്ച് നൽകിയിരിക്കുന്നത് നമ്മുടെ മലങ്കര കത്തോലിക്ക ഇടവകയാണ്. പ്രത്യേക സന്തോഷം അറിയിക്കുകയാണ്. കൈതോണച്ചൻ ഇപ്പോൾ ഇവിടെ ഉണ്ടാകേണ്ടുന്നതാണ്. എന്നാൽ അച്ഛനും 90 പേരും കൂടെ വേളാങ്കണ്ണി പള്ളിയിൽ ഒരു തീർത്ഥയാത്രയ്ക്കായി പോയിരിക്കുകയാണ്. അവരൊരു സ്തോത്ര കുർബാന അവിടെ സമർപ്പിക്കുക. ഇന്ന് അച്ഛൻ അവിടെ വിശുദ്ധ കുർബാന ചൊല്ലുകയാണ്. അവരുടെ പള്ളി പുതുക്കാൻ വേണ്ടിയുന്ന കാര്യവുമായി ബന്ധപ്പെട്ട് അച്ഛൻ അതുമായി ബന്ധപ്പെട്ട് ഒത്തിരി നേർച്ചകളൊക്കെ ഇവിടെയുണ്ട്. അത് കഴിക്കുവാൻ തക്കവണ്ണമായിട്ട് പോയിരിക്കുകയാണ്.
അതിനുശേഷം എത്തിച്ചേരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇടവകയിലെ ബഹുമാനപ്പെട്ട അച്ഛൻ ഇവിടെ വന്നു ചേർന്നിട്ടുണ്ട്. നമ്മുടെ ദേശത്ത് പെട്ടക്കാരനാണ്. അച്ഛനും അച്ഛന്റെ സാന്നിധ്യവും ഇവിടെയുണ്ട്. എല്ലാ വൈദിക സഹോദരങ്ങളും നമ്മുടെ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അവരെയൊക്കെയും പ്രത്യേകമായിട്ട് സ്വാഗതം ചെയ്യുകയാണ് ചെയ്യുന്നത്. നിങ്ങളെ എല്ലാവരെയും പ്രത്യേകമായിട്ട് ഈ ഒരു സാഹചര്യത്തിൽ ഇവിടേക്ക് സ്വാഗതം ചെയ്യുന്നു. അല്പം ബുദ്ധിമുട്ടുകളുണ്ട് എന്നുള്ളത് അറിയാം. എന്നിരുന്നാൽ തന്നെയും അതൊക്കെ സഹകരിച്ച് എല്ലാവരും കൂടെ നിൽക്കണമേ എന്ന് പ്രത്യേകമായിട്ട് അഭ്യർത്ഥിക്കുകയാണ് ചെയ്യുന്നത്. കുദാശയോടനുബന്ധിച്ചുള്ള ആമുഖ വാക്കുകള് അഭിനന്ദിയ ഇടവക മെത്രാപ്പോലീത്ത തിരുമനസ്സുകൊണ്ട് ഇപ്പോൾ നിർവഹിക്കുന്നു. ത്രിയേക ദൈവത്തിന്റെ വലിയ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. വന്യരായ കോറപ്പിസ്കോപ്പ അച്ഛന്മാരെ, വന്യ വൈദിക സഹോദരങ്ങളെ, കർത്താവിൽ അനുഗ്രഹീതരെ, കുരിശിനെ കുറിച്ചുള്ള നമ്മുടെ ധ്യാനത്തിൽ നമ്മുടെ സഭാപിതാക്കന്മാർ രേഖപ്പെടുത്തിയിരിക്കുന്ന വലിയ ചില ധ്യാനങ്ങളും സത്യങ്ങളുമുണ്ട്. കുരിശിന്റെ മുൻകുറിയായി പിതാക്കന്മാർ രേഖപ്പെടുത്തിയിരിക്കുന്നത് മോശ മരുഭൂമിയിൽ പാളയത്തിൽ ഉയർത്തിയ പിത്തള സർപ്പത്തോടാണ്. നാം ആ ഭാഗം വായിക്കുമ്പോൾ നമുക്കറിയാം, യഹോവയ്ക്കും മോശയ്ക്കും എതിരായി പിറുപിറുത്ത ജനത്തെ സർപ്പദംശനത്തിൽ നിന്നും രക്ഷിക്കുവാൻ മോശയ്ക്ക് യഹോവ നൽകിയ ഉപദേശമാണ് അവിടെ പിത്തള സർപ്പത്തെ ഉയർത്തി അതിൽ ദൃഷ്ടി പതിപ്പിക്കുന്നവരൊക്കെ രക്ഷപ്രാപിക്കും എന്ന്. നമ്മുടെ MLA കടന്നു വരുന്നുണ്ടെന്ന് വഴി കൊടുത്താലും അങ്ങനെ അങ്ങ് പഴയ നിയമത്തിൽ മുതൽ കുരിശിന്റെ സിമ്പൽ നമ്മൾ അവിടെ കാണുന്നുണ്ട് എന്നുള്ളത് പിതാക്കന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പുതിയ നിയമത്തിലാണ് പരിശുദ്ധ കുരിശ് നമുക്ക് ഏറ്റവും അർത്ഥവത്തായി മാറുന്നത്. ഗോകുൽത്തായിൽ ഉയർത്തിയ കുരിശിൽ നമ്മുടെ കർത്താവ് ബലിയായി അർപ്പിക്കപ്പെട്ടതോടുകൂടി കുരിശ് വിശുദ്ധമാവുകയും ആ ക്രൂശിനെ കുറിച്ചുള്ള വചനത്തെ കുറിച്ച് പരിശുദ്ധനായ പൗലോസ്ലീഹ കൊരിന്ത്യർക്ക് എഴുതുമ്പോൾ രേഖപ്പെടുത്തുകയൊക്കെ ചെയ്തു. എന്നാൽ ഔദ്യോഗികമായി കുരിശ് സഭയുടെ ചിഹ്നമായി മാറിയത് കുസ്തന്തീനോസ് ചക്രവർത്തിയുടെ കാലത്താണ്. അദ്ദേഹം കണ്ട സ്വപ്നവും അതേ തുടർന്ന് അദ്ദേഹത്തിന് ലഭ്യമായ കുരിശിലൂടെ ലഭ്യമായ വിജയവുമൊക്കെ സഭയുടെ ഔദ്യോഗിക ചിഹ്നമായി കുരിശ് മാറുവാനായിട്ടിടയായി. ഇത് ഈ നാട്ടിൽ ഒരു കുരിശുയരുമ്പോൾ കാൽവറിയിൽ കർത്താവ് ക്രൂശിൽ തൂങ്ങി നിന്നപ്പോൾ അന്തരീക്ഷം പോലും വിശുദ്ധീകരിക്കപ്പെട്ടു എന്ന് സഭാപിതാക്കന്മാർ രേഖപ്പെടുത്തിയിട്ടുള്ളത് പോലെ തന്നെ ഈ നാട്ടിൽ ഈ കുരിശടി ഉയരുമ്പോൾ ഈ കുരിശ് ഇവിടുത്തെ നാനാജാതി മതസ്ഥർക്കും ഈ പ്രകൃതിക്കും ഈ അന്തരീക്ഷത്തിനും തന്നെ അനുഗ്രഹത്തിന് മുഖാന്തരമാവുകയാണ്. ഇതിന്റെ രണ്ട് അക്ഷങ്ങൾ വളരെ സിംബോളിക്കാണ്. മുകളിലേ നിന്ന് താഴേക്കുള്ളത് ദൈവ മനുഷ്യ ബന്ധത്തെയും, രണ്ട് വശങ്ങളിലേക്കുള്ളത് മനുഷ്യനും പ്രകൃതിയും ഒക്കെയുള്ള ബന്ധത്തെ സൂചിപ്പിക്കുന്നതാണ്. ഇത് ബന്ധത്തിന്റെ അടയാളമാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ വിവാഹ കൂദാശയിൽ നാം സ്ലീബ ധരിച്ച് അവരെ രണ്ടുപേരെയും യോജിപ്പിക്കുന്നത്. ഇതെല്ലാം ആഴമായിട്ടുള്ള അർത്ഥങ്ങളുള്ളതാണ്. ദീർഘമായിട്ട് ഞാൻ പ്രസംഗിക്കുന്നില്ല. എങ്കിലും നാം എല്ലാവരും കുരിശ് വരയ്ക്കുകയും കുരിശ് ധരിക്കുകയും ഒക്കെ ചെയ്യുന്നവരാണ്. അത് കുരിശ് വരയ്ക്കുക എന്ന് പറഞ്ഞാൽ നാം നമ്മെ തന്നെ ശുദ്ധീകരിക്കുകയാണ്. ആരാധനയിലൊക്കെ നമ്മൾ സ്ലീബ ഉയർത്തിയത് വാഴ്ത്തുമ്പോൾ ജനത്തെ മുഴുവൻ അത് ശുദ്ധീകരിക്കുകയാണ്. ആ നിലയിലൊക്കെ പരിശുദ്ധ സ്ലീബായുടെ വലിയ ധ്യാനം നമുക്കുണ്ടാകട്ടെ. ഈ പ്രദേശത്ത് അച്ഛൻ സൂചിപ്പിച്ചതുപോലെ അതിൻ്റെയൊക്കെ മധ്യത്തിലൂടെ ഈ സ്ലീബ ഇന്നിവിടെ പുനഃപ്രതിഷ്ഠിക്കപ്പെടുകയാണ്.
വന്നുചേർന്നിരിക്കുന്ന വൈദികരുടെയും നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന ഈ ശുശ്രൂഷയിൽ ഉണ്ടാകും. പ്രത്യേകിച്ചും നമ്മുടെ MLA ശ്രീ ജിനേഷ് കുമാർ ഇവിടെ സന്നിഹിതനായിട്ടുണ്ട്. ഈ കുരിശടി ഇവിടെ സ്ഥാപിക്കുവാൻ തക്കവണ്ണമുള്ള അദ്ദേഹത്തിന്റെ സഹായവും കൈത്താങ്ങലും പരിശുദ്ധ സഭ നന്ദിയോടെ ഓർക്കുന്നു. ഭദ്രാസനത്തിന്റെയും വ്യക്തിപരമായ എന്റെയും പ്രത്യേകമായിട്ടുള്ള നന്ദി അറിയിക്കുകയാണ്. ജിനേഷ് കുമാറിന്റെ ഒരു പ്രത്യേകത, ഒരു കാര്യം യേശു പറഞ്ഞാൽ അത് സാധിച്ചു തരും എന്നുള്ളതാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. യേശു പറഞ്ഞു, അത് സാധിച്ചു തന്നു. ഇന്ന് ഈ കൂദാശയിൽ ഞങ്ങളോടൊപ്പം സംബന്ധിക്കുന്നതിനുമൊക്കെയുള്ള വളരെയധികം സന്തോഷമുണ്ട്. വ്യക്തിപരമായി എന്നോട് അദ്ദേഹം കാണിക്കുന്ന ആദരവും സ്നേഹവും ഒക്കെ നന്ദിയോടെ ഓർക്കുന്നു. എല്ലാവരെയും ദൈവനാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. വികാരിയച്ഛൻ തുടർന്നുള്ള കാര്യങ്ങൾ പറയുന്നു. ഒരു നിമിഷം ഞാൻ എടുക്കുന്നത് തിരുമേനി സന്ദേശത്തിൻ്റെ അവസാന ഭാഗത്ത് പറഞ്ഞ കാര്യം തന്നെയാണ്. ഈ കുരിശടിയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് 2 പ്രാവശ്യം എനിക്കൊത്തിരി ബുദ്ധിമുട്ടുണ്ടായി. ഈ 2 പ്രാവശ്യവും ഞാൻ വിളിച്ചത് എൻ്റെ സഹോദരനായ ജനീഷ് കുമാറിനെയാണ്. അച്ഛാ പേടിക്കേണ്ട, ഞാൻ കാര്യം ചെയ്തു തന്നേക്കാന്ന്. തിരുമേനി ഇപ്പോൾ പറഞ്ഞ വാക്കുകൾ അതാണ്. കൂടുതൽ ദീർഘിക്കുന്നില്ല. ഈ 2 കാര്യത്തിനും അധികം ബുദ്ധിമുട്ടുകളില്ലാതെ എനിക്കത് പൂർത്തീകരിക്കുവാൻ സാധിച്ചത് അദ്ദേഹത്തിൻ്റെ താല്പര്യവും അദ്ദേഹത്തിൻ്റെ സഹായം കൊണ്ടാണ്. ഇന്നിപ്പോഴ് കോന്നി താലൂക്ക് ഓഫീസിൽ ഒരു മീറ്റിംഗ് നടക്കുകയാണ് മന്ത്രിതലത്തിൽ. ഇവിടുത്തെ MLA അവിടെ ഉണ്ടാകേണ്ടതാണ്. പക്ഷേ 1 മിനിറ്റ് ഇവിടെ വരണം എന്ന് ഞാൻ അദ്ദേഹത്തോട് നിർബന്ധപൂർവ്വം ആവശ്യപ്പെട്ടു. എത്തിച്ചേർന്നോളാൻ 3 പ്രാവശ്യം ഇതിനിടയ്ക്ക് എന്നെ വിളിച്ചു. എല്ലാവരും എത്തിയോ എന്ന് ചോദിച്ച്. നിങ്ങളിവിടെ എത്തിച്ചേരേണ്ട സാഹചര്യം ഉള്ളതുകൊണ്ട് ഇടവകയുടെ വകയായി ഒരു ആദരവ്, ഒരു മെമൻറ്റോ അദ്ദേഹത്തിന് നൽകുവാൻ തക്കവണ്ണം ആഗ്രഹിക്കുന്നു. അത് ഇപ്പോൾ അഭിമന്യ തിരുമേനിയിൽ അച്ഛന്മാരുടെ ഒന്ന് അടുത്ത് വന്നേ. അച്ഛന്മാർ പ്ലീസ്. ജോൺസൺ കോർപ്പിസ് ഇച്ചിരി പുറത്തോട്ട് വന്നേ. അഭിമന്യ തിരുമനസ്സുകൊണ്ട് ഇപ്പോൾ ഈ മെമൻറ്റോ പ്രിയപ്പെട്ട ജനീഷ് കുമാർ അവറുകൾക്ക് നൽകുന്നു. കോന്നിയുടെ പ്രിയങ്കരനായ MLA അഡ്വക്കേറ്റ് KU ജനീഷ് കുമാർ അവറുകൾക്ക് വകയാർ സെന്റ് മേരീസ് ഓർത്തഡോക്സ് വലിയ പള്ളിയുടെ ആദരവ്. ഒരു വാക്ക് MLA ഇപ്പോൾ നമ്മളോട് സംസാരിക്കും. സാന്നിധ്യം കൊണ്ട് ഈ ചടങ്ങ് ശ്രേഷ്ഠമാക്കുന്ന അഭിവദ്യനായ തിരുമേനി ഉൾപ്പെടെയുള്ള വൈദിക ശ്രേഷ്ഠർ, ഈ ചടങ്ങിന് സാക്ഷ്യം വഹിക്കുവാൻ എത്തിച്ചേർന്നിട്ടുള്ള ബഹുമാന്യരെ, ഞാൻ എന്തോ വലിയ കാര്യം ചെയ്തതായിട്ട് എനിക്കിതുവരെ തോന്നുന്നില്ല. ചെയ്ത കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്നെ ഏൽപ്പിച്ച ഉത്തരവാദിത്വം നിർവഹിക്കപ്പെടുക മാത്രമാണ് ചെയ്തിട്ടുള്ളത്. അതിനപ്പുറം എന്തെങ്കിലും ചെയ്തതായി ഞാൻ കരുതുന്നില്ല. അഭിവദ്യ തിരുമേനി സംസാരിച്ചപ്പോൾ പറഞ്ഞാൽ യേശു പറഞ്ഞാൽ ചെയ്യും എന്ന്. പഴയ കാലമല്ല തിരുമേനി. യേശു പറഞ്ഞ് ചെയ്തില്ലെങ്കിൽ പിന്നീട് നമുക്ക് യേശു കിട്ടില്ല. ആളുകളെല്ലാം നന്നായി ബോധ്യപ്പെടുന്ന ഒരു കാലമാണ്. എന്തായാലും ഇതിൻ്റെ ചെറിയ പ്രതിസന്ധികളിൽ ഒക്കെ ഷിബു അച്ഛൻ വിളിക്കും. അപ്പോഴൊക്കെ അത് ചെയ്തു കൊടുക്കാറുണ്ട്. അത്രമാത്രം ഞാൻ ചെയ്തതായി കരുതുന്നുള്ളൂ. സഭ എനിക്ക് നൽകുന്ന ഈ പിന്തുണയ്ക്കും ഈ കരുതലിനും ഞാൻ എന്നും കടപ്പെട്ടവനായിരിക്കും. ഞാൻ കൂടുതലായി ഒന്നും സംസാരിക്കുന്നില്ല. അച്ഛൻ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ ജില്ലയുടെ ചുമതലയുള്ള മന്ത്രി താലൂക്ക് ഓഫീസിൽ മീറ്റിങ്ങിൽ പങ്കെടുത്തുകൊണ്ട്, അപ്പോൾ അച്ഛൻ ഇവിടെ വരെ വരണം എന്ന് നിർബന്ധിച്ചത് കൊണ്ടാണ് വന്നത്. അഭിവദ്യ തിരുമേനി നൽകുന്ന ഈ സ്നേഹം, സഭ നൽകുന്ന ഈ സ്നേഹം, പ്രത്യേകിച്ച് സഭയുടെ എല്ലാ ഉത്തരവാദിത്തപ്പെട്ടവർ എല്ലാവരും, നമ്മുടെ എപ്പിസ്കോപ്പ് ഉൾപ്പെടെയുള്ള ഭദ്രാസന സെക്രട്ടറി ഉൾപ്പെടെയുള്ള എല്ലാവരും നൽകുന്ന അഭിവദ്യ തിരുമേനി എന്നും ഒരു കുഞ്ഞനുജന് നൽകുന്ന സ്നേഹവും വാത്സല്യവും എനിക്ക് നൽകുന്നുണ്ട്. ഈ പ്രത്യേക കരുതലിന് എന്നും കടപ്പെട്ടവനായിരിക്കും. നമുക്കറിയാം, കുരിശടികൾ, കുരിശ് ജനകോടികളുടെ ആത്മവിശ്വാസത്തിൻ്റെയും ആത്മധൈര്യത്തിൻ്റെയും അടയാളമാണ്. തീർച്ചയായും ഈ കുരിശടി അങ്ങനെ നമ്മുടെ കോന്നിയിലെ ആയിരക്കണക്കിന് വിശ്വാസികൾക്ക് ആത്മധൈര്യം നൽകുന്ന, ആത്മവിശ്വാസം നൽകുന്ന
നൂറ്റാണ്ടുകൾ കഴിഞ്ഞാലും ഇവിടെ അഭിമാനത്തോടെ നിൽക്കുന്ന ഒരു അടയാളമാണ്. തീർച്ചയായും ഇതിൻ്റെ കുദാശയിൽ അഭിവന്ദ്യ തിരുമേനിയോടൊപ്പം എന്നെ കൂടി ക്ഷണിച്ചതിനുള്ള സന്തോഷം ഒരിക്കൽ കൂടി പങ്കുവെച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. MLA യാത്രയാവുകയാണ്. അദ്ദേഹത്തിനോട് ഒരിക്കൽ കൂടിയുള്ള ഞങ്ങളുടെ നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. പ്രത്യേകിച്ചും ബഹുമാനപ്പെട്ട ഷിബു അച്ഛനും ജിബിൻ അച്ഛനും ഇടവകയുടെ ട്രസ്റ്റിയും സെക്രട്ടറിയും ഇതിൻ്റെ കൺസ്ട്രക്ഷൻ്റെ ചുമതലയുള്ള ആളുകളുമൊക്കെ ചേർന്ന് ഇതിന് നേതൃത്വം നൽകി ഒരു ഇടവക മെത്രാപ്പൊലീത്ത എന്നുള്ള നിലയിലുള്ള എൻ്റെ എല്ലാ സന്തോഷവും സ്നേഹവും ഈ സമയം അറിയിക്കുന്നു. അച്ഛൻ്റെയും ജിബിൻ അച്ഛൻ്റെയും ഒക്കെ നേതൃത്വത്തിൽ ധാരാളം പണികൾ നവീകരണങ്ങളൊക്കെ ഇടവകയിൽ നടക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായി ഇതുമായി എന്നുള്ളത് സന്തോഷമുണ്ട്. എല്ലാ അനുഗ്രഹങ്ങളും ആശംസകളും നേരുന്നു. ഇടവകയിലെ എല്ലാവർക്കും, ഇവിടെ കൂടി വന്നിരിക്കുന്ന എല്ലാവർക്കും എല്ലാ പ്രാർത്ഥന ആശംസകളും നേരുന്നു. അച്ഛൻ ഒരു കാര്യം കൂടെ പറഞ്ഞു, ഒരു ഹൈമാക്സ് ലൈറ്റ് ഇവിടെ വെച്ച് തരണമെന്ന്. ഹൈമാക്സ് ലൈറ്റിന് ഞാൻ പണം നൽകാം. അതിന് NOC തരേണ്ടത് പഞ്ചായത്താണ്. പ്രിയപ്പെട്ട ഐവാൻ മെമ്പർ ഇവിടെയുണ്ട്. ഐവാൻ മെമ്പർ, അതുകൊണ്ടാണ് ഞാൻ ഇവിടെ വെച്ച് തന്നെ അങ്ങ് പറയുന്നത്, ഐവാൻ മെമ്പർ നാളെ NOC വാങ്ങിച്ചു തന്നാൽ നാളെ തന്നെ ഈ ലൈറ്റ് വെക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പണം ഞാൻ അനുവദിക്കാം എന്നറിയിക്കുകയാണ്. താങ്ക് യു. കുറച്ച് പേര് പുരുഷന്മാർ ഇങ്ങനെ അകത്തോട്ട് കയറി നിന്നാട്ടെ. അപ്പോൾ ബാക്കിയുള്ളവർക്ക് പുരുഷന്മാരെല്ലാവരും ഇനി അകത്ത് കയറിക്കേ. അപ്പോൾ ബാക്കിയുള്ളവർ സ്ത്രീകൾക്ക് അവിടെ നിൽക്കാൻ സാധിക്കും. ഇനി വന്നാട്ടെ, ഇങ്ങോട്ട് കയറി വാ. എല്ലാവരും ഈ കയറി വന്ന നമുക്ക് നമസ്കരിക്കാം. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. തന്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറയപ്പെട്ടിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ പരിശുദ്ധൻ 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 ഉയരങ്ങളിൽ സ്തുതി. ദൈവമായ നാമത്തിൽ സ്തുതി. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ബലവാനെ നീ പരിശുദ്ധനാകുന്നു. വർണ്ണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ബലവാനെ നീ പരിശുദ്ധനാകുന്നു. വർണ്ണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ബലവാനെ നീ പരിശുദ്ധനാകുന്നു. വർണ്ണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ കൃപയുണ്ടായി ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ യുടെ നമസ്കാരം ശുശ്രൂഷയും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നിനക്ക് സ്തുതി. നിനക്ക് സ്തുതി. പാപികളാടിയാരോട് കരുണയും മിശിഹാരാജാവേ നിനക്ക് സ്തുതി. ബാറക്കോ ഞങ്ങളുടെ നിന്റെ നാം പരിശുദ്ധമാക്കപ്പെടണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ ദൃഷ്ട സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പോൾ നീ ഞങ്ങൾക്ക് തരണമേ. ഇടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ ഇടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ. പിന്നെയോ ദുഷ്ട ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ.
എന്തുകൊണ്ടെന്ന രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു. ആമേൻ. കൃപ നിറഞ്ഞ മറിയമേ, നിനക്ക് സമാധാനം. ഞങ്ങളുടെ മേൽ അനുഗ്രഹങ്ങളും കരുണയും രണ്ട് ലോകങ്ങളും നിന്നേക്ക് ചിരയപ്പെടുമാറാകണമേ. ആമേൻ. ഞങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി കഷ്ടപ്പാടുകളും കുരിശും സഹിക്കുകയും തിരഹിത പ്രകാരം മരിച്ച് ഞങ്ങളുടെ മൃതാവസ്ഥയെ ജീവിപ്പിക്കുകയും ചെയ്തവനായ മശിഹ തമ്പുരാനെയും എൻ്റെ കർത്താവേ, ജീവനുള്ള നിന്റെ പരിശുദ്ധ സ്ലീബ ഞങ്ങൾ പ്രതിഷ്ഠിക്കുന്ന ഈ മഹിമയുള്ള ദിവസത്തിൽ ഞങ്ങളെ സന്തോഷിപ്പിക്കണമേ. അവിടുത്തെ നിരപ്പും സമാധാനവും ഞങ്ങളിൽ വസിപ്പിക്കണമേ. അവിടുത്തെ കൃപാകാരുണ്യങ്ങളാൽ ഞങ്ങളെ സന്ദർശിക്കണമേ. നിന്റെ ആർദ്രതയാൽ ഞങ്ങളുടെ വേദനകളും രോഗങ്ങളും സൗഖ്യമാക്കണമേ. ഞങ്ങളുടെ കർത്താവ് എന്നേക്ക് ഞങ്ങളുടെ ദൈവവുമേ, നിന്റെ ആർദ്രകരുണയാൽ സകല ശിക്ഷകളിൽ നിന്നും കോപവടികളിൽ നിന്നും ഞങ്ങളെ വീണ്ടുകൊള്ളണമേ. മോറൻ വാലോഹാൻ ലെവൽ മേ. ദൈവമേ, നിന്റെ കൃപയിൻ പ്രകാരം എന്നോട് കരുണ ചെയ്യണമേ. നിന്റെ കരുണയുടെ ബഹുത്വത്തിൻ പ്രകാരം എന്റെ പാപങ്ങൾ മായിച്ചു കളയണമേ. ഞാൻ അറിയുന്നു, നിന്നോട് തന്നെ ഞാൻ പാപം ചെയ്തു. നിന്റെ തിരുവമ്പി തിന്മകളെ ഞാൻ ചെയ്തു. അതിന് മനത്തിരിക്കപ്പെടുകയും യാത്രയ്ക്ക് ചെയ്യുവാനായിട്ട് തന്നെ എന്തെന്നാൽ യാതിൽ ഭവിച്ചു. പാവൽ എന്റെ മാതാവിനെ ഗർഭം ധരിക്കുകയും ചെയ്തു. എന്നാൽ നീ നിന്നെ ഇഷ്ടപ്പെട്ടു. നിന്റെ ഞാഴത്തിന്റെ ദിവസം എന്നെ അറിയിച്ചു. നിന്റെ സ്വപാടനമേ തെളിക്കണമേ. ഞാൻ ഉടുപ്പാക്കപ്പെടും, അതിനാൽ എന്നെ വെണ്മയാക്കണമേ. കുറച്ച് മഞ്ഞിനേക്കാൾ ഞാൻ വെണ്മയാകും. ഞാനെന്ന് സന്തോഷ നിർത്തിയാക്കണമേ. ക്ഷീണമുള്ള എൻ്റെ അസികൾ സന്തോഷിക്കും. എന്റെ പാപങ്ങളിൽ നിന്ന് ദിനവും തിരിച്ച് എന്റെ അതിക്രമങ്ങളൊക്കെ മായിക്കണമേ. ദൈവമേ, വെടിപ്പുള്ള ഹൃദയം സൃഷ്ടിക്കണമേ. സ്ഥിരതയുള്ള ആത്മാവിനെ പുതുതാക്കണമേ. നിന്റെ തിരുവമ്പിനെ തള്ളിക്കളയരുതേ. നിന്റെ വിശുദ്ധാത്മാവിനെ നെടുക്കുകയും വരുതേ. നിന്റെ ആനന്ദ രക്ഷനിക്ക് തിരിച്ചറിയണമേ. മാത്രമുള്ള നിന്റെ ആത്മാവിനെ താങ്ങുമാറാകണമേ. അപ്പോൾ ഞാൻ ക്രമക്കാരന്റെ വഴി പഠിപ്പിക്കും. ഭാവികൾ നിങ്ങളേക്ക് തിരികുകയും ചെയ്യും. എന്റെ രക്ഷയുടെ ദൈവമായ ദൈവമേ, രക്തത്തെ തന്നെ രക്ഷിച്ചുകൊള്ളണമേ. എൻ്റെ നാമനിധിയെ സ്തുതിക്കും. കർത്താവേ, എൻ്റെ അധരങ്ങൾക്ക് തുറന്നു തരണമേ. എൻ്റെ വായ് നിന്റെ സ്തുതികൾ പാടും. ബലികൾ നീ മനസ്സായില്ല, ഓമബലികൾ നിരപ്പായതുമില്ല. ദൈവത്തിന്റെ താഴ്മയുള്ള ആത്മാവാകുന്നു. ദൈവം തമ്പുരാൻ ഹൃദയത്തെ നിരസിക്കുന്നില്ല. നിന്റെ ഇഷ്ടത്താ സിഹിനോട് നന്മ ചെയ്യണമേ. ഊർഷയിൽ മതിലുകളെ പണിയണമേ. അപ്പോൾ നീതിവരെയും ഹോമോയിൽ നിന്ന് ഇഷ്ടപ്പെടും. അപ്പോൾ നിന്റെ ബലിപീഠത്തിന്മേക്കാൾ ബലിയായി കരേറും. ദൈവമേ, സുതന് യോഗ്യമാകുന്നു. ബാറക്കുമോ ഭുവനങ്ങൾ സ്ലീബായാൽ മോദിപ്പിച്ചോനെ, സഭയെ മോദിപ്പിക്കാം. സുതരെ കാക്കുക സ്ലീബായാൽ ദേവേശ, ചെയ്യുക കാരുണ്യം. ക്രൂശക ജനതയെ ലജ്ജിപ്പിച്ചാമോദിപ്പൂ ജാതികളും സഭയും സുതരും സ്ലീബായെ വന്ദിക്കുന്നു. ദേവേശ, ചെയ്യുക കാരുണ്യം. മോദിപ്പിക്കുക സ്വസ്ഥതയാ, ശാന്തിയിലാഹ്ലാദിപ്പിക്കാം. നിൻ സ്ലീബായ കടപാപങ്ങൾ മോചിക്കാദേവേശ, ചെയ്യുക കാരുണ്യം. ബാറക്കുമോ സ്തുതിദാതനും തനയനും ഹല്ലേലൂയ റൂഹായ്ക്കും. ഈ ശുദ്ധദിനെ ഞങ്ങളെ മോദിപ്പിച്ചോനാ ദേവേശ, ചെയ്യുക കാരുണ്യം. ധനികജനം കാഴ്ചയുമായി അർത്ഥിക്കും നിൻ സംപ്രീതി. ഹാലേലൂയ. അന്തഃപുരമരും നൃപതനയ മഹാ
മഹിമാവും മേൽത്തര പൊന്നാടകളാൽ ശോഭിതമവളും ഹാലേലൂയായോ ഹാലേലൂയ കാഴ്ചകളോടവളര ജന്നരികെ പോയിടും അനുഗതരാകും കന്യകളാം സഖിമാർ ഹാലേലൂയായോ ഹാലേലൂയ പോയിടും അവരധ്യാനന്ദ സമേതം അരജാലയമതിലേറും അവർ ഹാലേലൂയായോ ഹാലേലൂയ മക്കൾ നിനക്കു പിതാക്കൾക്കായി പകരം പാർക്കുമോ ശുഭഹോല ബോല ബറുവൽ റൂഹു ഖദീശോ മെന്നോലം വാദാമിൽ ഓലം വൽമീനാമേ മറിയാമിൻ സ്മരണം വരദായകമാകാം പ്രാർത്ഥന ഞങ്ങൾക്കാത്മാവിന് സ്തൗമൻ കാലോസ് നാം എല്ലാവരും നമസ്കരിച്ച് കർത്താവിനോട് അനുഗ്രഹങ്ങളും കരുണയും യാചിക്കണം. അനുഗ്രഹിക്കുന്നവനായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്ത് ഞങ്ങളെ സഹായിക്കണമേ. സ്തുതിയും സ്തോത്രവും പ്രാപവും പുകഴ്ചയും മാഞ്ഞുപോകാത്ത നല്ല ഉന്നതിയും സദാ നേരവും ഇടവിടാതെ കരയേറ്റുവാൻ അടിയങ്ങൾ യോഗ്യരായി തീരണമേ. തന്നെ വഹിച്ചവളെ വിശുദ്ധീകരിച്ച പരിശുദ്ധനും തന്നെ പ്രസവിച്ച കന്യകയെ ശ്രേഷ്ഠമാക്കിയ വലിയവനും തൻ്റെ ദാസിയുടെ താഴ്മയിൽ സൂക്ഷിച്ച ഉന്നതവാനും അവളെ തൻ്റെ ശ്രേഷ്ഠതയ്ക്ക് മണവറയാക്കുകയും അവളുടെ പെരുന്നാൾ തൻ്റെ മണവാട്ടിയായ സഭയിൽ ആഘോഷിക്കുകയും ചെയ്തവനുമായ തനിക്ക് സ്തുതി. എനിക്ക് ഈ സമയത്തും സകല പെരുന്നാളുകളിലും കാലങ്ങളിലും നേരങ്ങളിലും സമയങ്ങളിലും അടിയങ്ങളായുസോടുകൂടിയിരിക്കുന്ന എല്ലാ ദിവസങ്ങളിലും സ്തുതിയും ബഹുമാനവും ആരാധനയും യോഗ്യമാകുന്നു. തൻ്റെ ദൈവത്വത്തിൻ്റെ പുണ്യത്വത്തിൽ പിതാവിനോട് തുല്യനും തൻ്റെ മനുഷ്യത്വത്തിൻ്റെ താഴ്ചയിൽ തൻ്റെ മാതാവിനോട് സമത്വമുള്ളവനുമായ സത്യദൈവമാകുന്ന ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവ് അതിൽ കൂടി പ്രവേശിക്കുന്ന തുറക്കപ്പെടാത്ത അടയ്ക്കപ്പെട്ട വാതിലെന്ന് ഹസ്കിയേൽ തൻ്റെ പ്രവചനത്തിൽ അവളെ വിളിച്ചിട്ടുള്ള ജഡികരഥവും പരിശുദ്ധ കന്യക മാതാവുമായവളെ ഞങ്ങൾ സ്മരിച്ചുകൊണ്ട് തന്നിമിത്തം മാലാഖമാരുടെ നാഥനമാതാവുകയും അവളുടെ സൃഷ്ടാവിനെ അവളുടെ മുലകളിൽ നിന്നും പാൽ കുടിപ്പിക്കുകയും ചെയ്തതിനാൽ മാലാഖമാരുടെ സകല ഗണങ്ങൾക്കും ഉപരിയായിരിക്കുന്നവളെ ഞങ്ങൾ വാഴ്ത്തി പ്രാഭവപ്പെടുത്തുന്നു. അവളെ പറ്റിയുള്ള പ്രവചനം പോലെ ഞങ്ങൾ അവളെ പറ്റി പറയുന്നു. സ്ത്രീകളുടെ നിന്നയെ തൻ്റെ രാജ്യത്തിന് അഴിവില്ലാത്ത രാജാതിരാജാവ് നിന്നിൽ വസിച്ചുവെന്ന രഹസ്യങ്ങളുടെ കൊട്ടാരമേ, നീ ഭാഗ്യവതി. നിന്റെ പുത്രൻ്റെ മുഖാന്തരം രക്ഷപ്പെട്ടിട്ടുള്ള സകലരിൽ നിന്നും നിനക്ക് ഭാഗ്യം. നിന്നിൽ നിന്ന് ഉദയം ചെയ്ത പുത്രനെ സ്തുതി ശബ്ദങ്ങളാൽ ഞങ്ങൾ പുകഴ്ത്തിക്കൊണ്ട് യാചിക്കുന്നു. നിന്റെ പ്രാർത്ഥനകളാൽ ഞങ്ങളുടെ കടങ്ങൾ പരിഹരിക്കപ്പെടുകയും വിശ്വാസികളാൽ ഞങ്ങളുടെ വാങ്ങിപ്പോയവർ സ്വർഗീയ സന്തോഷങ്ങളാൽ ആശ്വസിപ്പിക്കപ്പെടുകയും ചെയ്യണമേ. അവരോടുകൂടി ഞങ്ങൾ നിന്നിൽ നിന്നും പ്രത്യക്ഷപ്പെട്ടവനായ ഞങ്ങളുടെ കർത്താവ് യേശുമിശിഹായ്ക്കും തൻ്റെ പിതാവിനും നിൻ്റെ പരിശുദ്ധ റൂഹായ്ക്കും സ്തുതിയും സ്തോത്രവും കരേറ്റും. ദൈവത്തിൽ നിന്നും കടങ്ങൾക്ക് പരിഹാരവും പാപങ്ങൾക്ക് മോചനവും രണ്ട് ലോകങ്ങളിലും എന്നും എന്നേക്കും നാം പ്രാപിക്കുമാറാകട്ടെ. തന്നെ മാതാവേ, നിന്നോടുള്ള പാപത്തിൻ ഭാരം നാഥൻ നികടെ ന്യായത്തീർപ്പിങ്കൽ പായിക്കാതമ്മേ പ്രാർത്ഥിക്കണം നീ നിൻ പുത്രൻ മുൻപിൽ. ഹല്ലേലൂയ ഹല്ലേലൂയ നിൻ യാചിപ്പെന്നും ഞങ്ങൾക്കാലംബം. കന്യമേഘം ലോകേശൻ തന്നെ ഏവണ്ണം പൂണ്ടൻ എന്നോടോദേണമേ. മാലാഖ മുമ്പൻ ഗബ്രിയേൽ ചൊന്ന ലോകേശൻ നാഥൻ വാഴൂ നിന്നുള്ളിൽ. ഹല്ലേലൂയ ഓ ഹല്ലേലൂയ
താൻ തന്നെ സത്യം വിശ്വത്തെ വീണ്ടോ ബാറക്കുമോ മെന്നോലം വാദാമില്ലോലം മുൽമീനാമി മറിയാമിൻ സ്മരണം വരദായകമാക തൽപ്രാർത്ഥന ഞങ്ങൾക്ക് ആത്മാവിന് കോട്ട നിബിസ്ലീഹ സഹദ നാഥൻ മറിയാമിൻ ഉദയം ചെയ്തുലകം രക്ഷിപ്പാൻ വന്നു. ഹാലേലുയ്യ ഓ ഹാലേലുയ്യ സത്യൻ ലോകത്തിൻ രക്ഷകനിവനല്ല. കർത്താവേ, ദൈവമാതാവായ മർത്തമറിയാവിന്റെ നാമത്തിൽ പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്ന ഈ സ്ലീബായാൽ ഞങ്ങളെ എല്ലാവരെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ. അതിനെ ബഹുമാനിക്കുന്ന സകല വിശ്വാസികൾക്കും അതിനെ അഭയസ്ഥാനമാക്കി തീർക്കണമേ. ഞങ്ങളെല്ലാവർക്കും അത് വാഴുവിന് മുഖാന്തരമായിട്ട് തീരണമേ. ഈ ദേശവും അതിലെ നിവാസികളും അതിനാൽ സംരക്ഷിക്കപ്പെടുമാറാകണമേ. അതിനാൽ സകല ദുഷ്ടപിശാചുക്കളും കോപശിക്ഷകളും വായിക്കപ്പെടണമേ. നിർമ്മല കന്യകയുടെ പ്രാർത്ഥനകളാൽ ഞങ്ങളെല്ലാവരും അനുഗ്രഹിക്കപ്പെടുകയും ഞങ്ങളുടെ സകല മാർഗങ്ങളിലും സഹായിക്കപ്പെടുകയും ചെയ്യണമേ. സകല നന്മകൾക്കും വേണ്ടി ഞങ്ങൾ നിന്നെ സ്തോത്രം ചെയ്യുന്നു. ബാറക്കുമോർ ഓശോ വബുകൂല സുബാൽനെ വൽമീ അഭിമാന ഭജനമാകും മാതാവേ, ഞങ്ങളിൽ ആർദ്രത തോന്നാൻ നിൻ ഏകാത്മജനോട് യാചിക്കുമോ. ശുഭഹോല ബോല ബറുവൽ റൂഹോ കാദീശോ മനോലം മാതാമില്ലോലം മുൽമീനാമി കന്യേ മുൻമയമായോളെ രക്ഷയ്ക്കുറവീടമായോളെ ഏകാത്മജനോടർത്ഥിക്ക ഞങ്ങളിൽ ആദ്രത തോന്നീട മുറിയോറാഹിമേലൈനുവാദാറേ ധന്യേ നിൻ പ്രാർത്ഥനമേവട്ടെ. ഞങ്ങളോടൊന്നിച്ചാർത്തന കേട്ടിട്ടേ കീടട്ടെ. പുണ്യം നാഥൻ തുണയാർത്തിപ്പോരോടയ ഭയമത നിർമ്മലമാതാശ്രിതരായോർക്കെല്ലാ തുണയും സിദ്ധിക്കണമേ. നിന്നോട് സുതനാമേശുവിനോടായി പ്രാർത്ഥിക്കണമേ. കോപം നീക്കി തൻ കൃപപാരം വർഷിച്ചിടാൻ മാതൃ സ്മരണയമാതാമീ കുരിശീനു നൽകുക ശക്തി. അതിനെ ബഹുമാനി പോർക്കെല്ലാ തുണയും ചെയ്യുക. ഊർവി നിവാസികളെല്ലാ വാഴ്വും പ്രാപിക്കണമേ. രോഗം പീഡകളാതിവേദനയും നീക്കുക കൃപയാൽ. 9 മാസം നിന്നേറ്റോ തൻ പ്രാർത്ഥനയാ ദൈവാത്മജനെ കോപത്തിന്തൊഴിവാക്കണമേ. പൗലോസ്ലീഹ ധന്യൻ ചൊൽകട്ടെ നീ ദേവം നിങ്ങളെ ഞങ്ങൾ അറിയിച്ചതിനെതിരെ വേറൊരുവൻ വന്നറിയിച്ച വാനവനെങ്കിലും താനേൽക്കും ശാപം പലതരമുപദേശങ്ങളഹോ ചുവരക്കുന്നു ദൈവത്തെ. പരിശുദ്ധനായ പൗലോസ്ലീഹ എബ്രായർക്ക് എഴുതിയ ലേഖനത്തിൽ നിന്നും ആഹായി ബാറക്കുമോ. നമ്മുടെ വേദന അനുഗ്രഹങ്ങളും ഉണ്ടായിരിക്കട്ടെ. മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവർ ആകൊണ്ട് അവനും അവരെ പോലെ ജഡരക്തങ്ങളോട് കൂടിയവനായി മരണത്തിൻ്റെ അധികാരിയായ പിശാചിനെ തൻ്റെ മരണത്താൽ നീക്കി ജീവപര്യന്തം മരണഭീതിയാൽ അടിമകളായിരുന്നവരെയൊക്കെയും വിടുവിച്ചു. ദൂതന്മാരെ സംരക്ഷണം ചെയ്യുവാനല്ല, അബ്രഹാമിൻ്റെ സന്തതിയെ സംരക്ഷണം ചെയ്യുവാനത്രേ അവൻ വന്നത്. അതുകൊണ്ട് ജനത്തിൻ്റെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തം വരുത്തുവാൻ അവൻ കരുണയുള്ളവനും ദൈവകാര്യത്തിൽ വിശ്വസ്ത മഹാപുരോഹിതനും ആകേണ്ടതിന് സകലത്തിലും തൻ്റെ സഹോദരന്മാരോട് സദൃശനായി തീരുവാൻ ആവശ്യമായിരുന്നു.
താൻ തന്നെ പരീക്ഷിതനായി കഷ്ടം അനുഭവിച്ചിരിക്കയാൽ പരീക്ഷിക്കപ്പെടുന്നവർക്ക് സഹായിപ്പാൻ കഴിവുള്ളവനാകുന്നു. ആഹായ് ബാറയ്ക്കുമോ. ഹല്ലേലൂയ സ്തുതിയോടു രാജമകൾ നിൻവലമായി രാജഭാമിനിയോ. ഹല്ലേലൂയ. പറക്കുമോർ നാം അടക്കത്തോടും ഭയത്തോടും വണക്കത്തോടും ചെവി കൊടുത്ത് നമ്മുടെ മുമ്പാകെ വായിക്കപ്പെടുന്ന നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ വിശുദ്ധ എവൻഗേലിയോനിലെ ദൈവത്തിന്റെ ജീവനുള്ള വചനങ്ങളുടെ അറിയിപ്പിനെ കേൾക്കണം. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. അവിടുത്തെ ആത്മാവോടുകൂടെ ദൈവമായ കർത്താവ് ഞങ്ങളെ യോഗ്യരാക്കി തീർക്കുമാറാകട്ടെ. ദൈവം നൽകുന്ന പ്രഖ്യാപനമായ നമ്മുടെ കർത്താവായ യേശു മിശിഹായുടെ വിശുദ്ധ എവൻഗേലിയോൻ ലോകത്തിന് ജീവനും രക്ഷയും പ്രസംഗിക്കുന്ന പ്രസംഗകനായ വിശുദ്ധ മത്തായിയും അവന്റെ സഖിയായ വിശുദ്ധ ലൂക്കോസും എഴുതിയ രക്ഷാസുവിശേഷത്തിൽ നിന്നും. വന്നവനും വരുവാനിരിക്കുന്നവനും വാഴ്ത്തപ്പെട്ടവനാകുന്നു. നമ്മുടെ രക്ഷയ്ക്കായി തന്നെ സ്തുതികളും നാം എല്ലാം തന്റെ അനുഗ്രഹങ്ങളും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ കന്യകമറിയാമിൽ നാം ശരീരിയായി തീർന്ന ജീവനുള്ള വചനമാം ദൈവവും നമ്മുടെ കർത്താവും നമ്മുടെ രക്ഷിതാവുമായ യേശു മിശിഹായുടെ മനുഷ്യാവതാര വ്യാപാര കാലത്ത് ഇവ ഇപ്രകാരം സംഭവിച്ചു. അങ്ങനെ വിശ്വസിച്ച് ഞങ്ങൾ ഏറ്റുപറയുന്നു. താൻ പുരുഷാരത്തോട് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ തൻ്റെ മാതാവും സഹോദരങ്ങളും വന്ന് പുറത്തു നിന്നുകൊണ്ട് തന്നോട് സംസാരിപ്പാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞു. ഒരുവൻ തന്നോട്, ഇതാ നിന്റെ മാതാവും സഹോദരങ്ങളും പുറത്തു നിന്നുകൊണ്ട് നിന്നോട് സംസാരിപ്പാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞു. എന്നാൽ താൻ ഉത്തരമായിട്ട് തന്നോട് പറഞ്ഞവനോട്, എൻ്റെ മാതാവ് ആരാകുന്നു, എൻ്റെ സഹോദരങ്ങളും ആരാകുന്നു എന്നരുളി ചെയ്തു. തൻ്റെ ശിഷ്യന്മാരുടെ നേരെ തൻ്റെ കൈ ചൂണ്ടിയിട്ട്, കണ്ടാലും എൻ്റെ മാതാവ്, ഇതാ എൻ്റെ സഹോദരങ്ങൾ, എന്തെന്നാൽ സ്വർഗത്തിലുള്ളവനായ എൻ്റെ പിതാവിൻ്റെ തിരുവിഷ്ടം പ്രവർത്തിക്കുന്ന എല്ലാവരും എൻ്റെ സഹോദരനും സഹോദരിയും മാതാവുമാകുന്നു എന്നരുളി ചെയ്തു. താനിവ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ പുരുഷാരത്തിൽ നിന്ന് ഒരു സ്ത്രീ അവളുടെ ശബ്ദമുയർത്തി തന്നോട്, നിന്നെ വഹിച്ച ഉദരത്തിനും നിന്നെ കുടിപ്പിച്ച മുലകൾക്കും ഭാഗ്യം എന്ന് പറഞ്ഞു. താൻ അവളോട്, ദൈവത്തിൻ്റെ വചനം കേട്ട് അതിനെ പാലിക്കുന്നവർക്ക് ഭാഗ്യം എന്നരുളി ചെയ്തു. നിങ്ങൾക്കെല്ലാവർക്കും ശാന്തിയുണ്ടായിരിക്കട്ടെ. ഇപ്പോൾ സ്ലീബ ആഘോഷം നടത്തുകയാണ്. ബലഹീനരും പാപികളുമായ ഞങ്ങളുടെ മേൽ അനുഗ്രഹങ്ങളും കരുണയും രണ്ട് ലോകങ്ങളും നീക്കം ചെറിയപ്പെടുമാറാകണമേ. ആമേൻ. ഞങ്ങളുടെ ദൈവമായ മെശിഹ ദീർഘദർശിമാരിൽ തലവനായ മോശയുടെ പടിയുടെ രഹസ്യം നിന്നെ ചിത്രീകരിച്ചു. ഇസ്രയേലിയുടെ പാളയ മധ്യത്തിൽ അത് നാട്ടപ്പെട്ടപ്പോൾ രക്ഷാകരമായ സ്ലീബായി അത് രൂപപ്പെടുത്തി. കണ്ടാൽ ഇപ്പോൾ നിന്റെ പരിശുദ്ധ സഭ പരിശുദ്ധ കുരിശിൻ തൊട്ടിയുടെ മധ്യത്തിൽ ജീവദായകമായ നിന്റെ സ്ലീബായെ അതിൻ്റെ മക്കളുടെ കാവലിന് വേണ്ടിയും സംവത്സരത്തിൻ്റെ അനുഗ്രഹത്തിനും ഫലങ്ങൾ അനുഗ്രഹിക്കപ്പെട്ട സകല ഉപദ്രവങ്ങളിൽ നിന്നും നാശത്തിൽ നിന്നും സംരക്ഷിക്കപ്പെടുവാനും ശിക്ഷകളിൽ നിന്നും കോപത്തിൻ്റെ വടികളിൽ നിന്നും കടന്നു പോകുന്നതിന് വേണ്ടിയും ആഘോഷിക്കുന്നു. തന്നിമിത്തം നിന്റെ പരിശുദ്ധ റൂഹായെയും സ്തോത്രം ചെയ്ത് മഹത്വപ്പെടുത്തുമാറാകണമേ. ഹോശോ വബ്കുല സുബ്ഹാൻ ലവൽ മീ. കുത്തിമുറിക്കും ശത്രുക്കളെ നിന്നാൽ ഞങ്ങൾ ദോഷികളെ മെതിക്കും നിന്നാമത്തിൽ. സൗഖ്യം പിത്തള സർപ്പത്തെ വീക്ഷിച്ചോർക്കുളവായതുപോ സ്ലീബായെ നദി ചെയ്യുന്നു. രോഗഭാഷനം നേടുന്നു. കരുണാസമ്പന്നാനാഥ പ്രാർത്ഥിച്ചടിയാരോ ദുന്നോ.
ബലഹീനരും പാപികളുമായ ഞങ്ങളുടെ മേൽ അനുഗ്രഹങ്ങളും കരുണയും രണ്ട് ലോകങ്ങളിൽ നിന്നും നീക്കം ചെയ്യപ്പെടുമാറാകണമേ. ആമേൻ. ഞങ്ങളുടെ ദൈവമായ മെശിഹ, ഞങ്ങൾ നിങ്ങളത്തിൽ നിന്നും പ്രശംസയിൽ നിന്നും വെടിപ്പാക്കപ്പെട്ട് നിന്റെ പരിശുദ്ധ ദീർഘദർശിമാർ മുഖാന്തരം രൂപപ്പെടുത്തിയിട്ടുള്ള നിന്റെ പരിശുദ്ധ രഹസ്യങ്ങളുടെ സ്മരണ നിർവഹിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. ജീവദായകമായ നിന്റെ സ്ലീബായുടെ ജീവിപ്പിക്കുന്ന അടയാളം ഞങ്ങളുടെ ഹൃദയങ്ങളിൽ പതിപ്പിക്കണമേ. തന്നിമിത്തം അതിൻ്റെ ദർശനത്താൽ ഞങ്ങളുടെ ബോധങ്ങൾ സ്ഫുടം ചെയ്യപ്പെടുകയും അതിൻ്റെ ആരാധനയാൽ ഞങ്ങളുടെ വിചാരങ്ങൾ വെടിപ്പാക്കപ്പെടുകയും ചെയ്തുകൊണ്ട് സകല ദുഷ്ടസംശയങ്ങളും ഞങ്ങളിൽ നിന്ന് ഓടിപ്പോകുമാറാകണമേ. നിന്റെ സ്ലീബ അടയാളത്താൽ തെറ്റിക്കുന്ന ആത്മാക്കൾക്കെതിരായി ഞങ്ങളെ ശക്തരാക്കണമേ. തന്നിമിത്തം എൻ്റെ കർത്താവേ, ഞങ്ങൾ നിന്നെയും നിന്റെ പിതാവിനെയും പരിശുദ്ധ റൂഹായും വന്നിച്ച് പുകഴ്ത്തുമാറാകണമേ. ഓശോ വബ്കുല സുബാൻ ലവൽമേ. അഭയം തേടുവിനവനെ നോക്കി ലജ്ജിതരാവില്ല നിങ്ങൾ. രക്ഷകനുടെ വ്യാപാരമഹോ മഹനീയം വിസ്മയനീയം. ഗോകുൽത്തായിൽ താൻ നാട്ടി ജീവതമാം ശ്ലീബാപതാക. കരുണാസമ്പന്നനാഥ പ്രാർത്ഥിച്ചടിയാരോ ദുന്നോ. കരുണയും രണ്ട് ലോകങ്ങളും നീക്കം ചെയ്യപ്പെടുമാറാകണമേ. ആമേൻ. പൂർവിക ദീർഘദർശിമാരാൽ ചിത്രീകരിക്കപ്പെടുകയും പാളയ മധ്യത്തിൽ നാട്ടിയ പിത്തള സർപ്പം മൂലം തൻ്റെ ദൃഷ്ടാന്തം മോശ വരച്ച് കാണിക്കുകയും ചെയ്തവനായ ദൈവമേ, അവിടുന്ന് സ്ലീബായിൽ ഉയർത്തപ്പെട്ടപ്പോൾ അവിടുത്തെ ആരാധനയ്ക്കായി സൃഷ്ടികളെ ആകർഷിച്ചു. ഫറവോനെയും അമോലോക്കിനെയും നശിപ്പിച്ചു. എൻ്റെ കർത്താവേ, അവിടുത്തെ സ്ലീബായുടെ ചിറകിൻ കീഴിൽ ഞങ്ങളെ മറച്ചു കൊള്ളണമേ. അബ്ഗാരിന് നിന്റെ യാചന കേട്ട് നീ ഉത്തരമരുളി അവൻ്റെ വേദനകളിൽ നിന്നും രോഗങ്ങളിൽ നിന്നും അവന് സൗഖ്യം നൽകിയതുപോലെ കർത്താവേ, ബലഹീനരും പാപികളുമായ നിന്റെ ദാസരായ ഞങ്ങളുടെ നോമ്പും പ്രാർത്ഥനയും കൈക്കൊണ്ട് അവിടുത്തെ സ്ലീബായാൽ ഞങ്ങളുടെ വ്രണങ്ങളെ സൗഖ്യമാക്കണമേ. ഞങ്ങളുടെ കർത്താവ് എന്നേക്കും ഞങ്ങളുടെ ദൈവവുമേ, നിന്റെ ആർദ്രകരുണയാൽ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും പരിഹരിക്കണമേ. മോറൻ ബാലോഹാൻ ലവൽമേ. ദോഷികളിന്നും വീണ്ടങ്ങളെ നീ ശത്രുക്കളെ ലജ്ജിപ്പിച്ചു. ദുഷ്ടാത്മാവോടടരാടാൻ ശക്തി നരർക്കില്ലാത്തതിനാൽ നോമ്പും ജീവത സ്ലീബായും നാഥൻ നമ്മൾക്കായി നൽകി. കരുണാസമ്പന്നനാഥ പ്രാർത്ഥിച്ചടിയാരോതുന്നു. ബലഹീനരും പാപികളുമായ ഞങ്ങളുടെ മേൽ അനുഗ്രഹങ്ങളും കരുണയും രണ്ട് ലോകങ്ങളും നീക്കം ചെയ്യപ്പെടുമാറാകണമേ. ആമേൻ. പിത്തള സർപ്പത്താൽ ഉപമിക്കപ്പെടുകയും ദൃഷ്ടാന്തീകരിക്കപ്പെടുകയും ചെയ്ത മെശിഹ തമ്പുരാനെ, നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുകയും യാചിക്കുകയും ചെയ്യുന്നു. പാപത്തിൻ്റെ മരണകരമായ വിഷത്തെ ഞങ്ങളിൽ നിന്ന് നീക്കിക്കളഞ്ഞ് സാത്താൻ്റെ ദംശനത്തിൽ നിന്ന് ഞങ്ങളുടെ ആത്മാക്കളെയും ശരീരങ്ങളെയും സൗഖ്യമാക്കണമേ. ആ പിത്തള സർപ്പം അതിൽ വീക്ഷിച്ചിരുന്നവരെ സൗഖ്യമാക്കിയ പ്രകാരം കർത്താവേ, ഞങ്ങളുടെ വേദനകളും രോഗങ്ങളും സൗഖ്യമാക്കണമേ. എന്തെന്നാൽ ഞങ്ങളുടെ നോട്ടം നിന്നിലും നിന്റെ സ്ലീബായിലും പതിച്ചിരിക്കുന്നുവല്ലോ. ഞങ്ങളുടെ നയനങ്ങൾ നിങ്ങളിലേക്ക് ചാഞ്ഞിരിക്കുന്നു. ഞങ്ങളുടെ ശരണവും സങ്കേതവും എല്ലാം ഇപ്പോഴും നിങ്ങൾ പ്രതിഷ്ഠിച്ചിരിക്കുന്നു. ഞങ്ങളുടെ ജീവൻ്റെ രക്ഷകനും വീണ്ടെടുപ്പുകാരനുമായി നിന്നെ ഞങ്ങൾ അറിയുന്നു. ഞങ്ങൾ നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും കരേറ്റുന്നു. ഹോശോ
വബകുൽ സുബാൻ ലവൽ മീ രക്ഷണ പരിചയനിക്കായി നീ നൽകി വലതുകരത്താൽ എന്നെ താങ്ങി വളർത്തുക നിൻ ശിക്ഷണമതിനാൽ രക്ഷകനാഗോകുൽ തായിൽ ജീവപ്രദമാം കൊടി നാട്ടി ദുഷ്ടനെയും സൈന്യത്തെയും വെന്നിട്ടാത്മികമുയർന്നേടാ കരുണാസമ്പന്നനാഥ പ്രാർത്ഥിച്ചടിയാരോതുന്നു. ദൂതന്മാർ സേവിപ്പോനേ ഈശാനീ പരിശോധൻ കൃപേന്മാർ വാഴ്ത്തും മോനേ ശക്താനീ പരിശോധൻ ശ്രപികൾക്കാദീശാർപ്പോനേ മൃദുഹീനാനീ പരിശോധൻ വിശ്വസിനിയാം തിരുസഭതൻ സുതരാർത്ഥിക്കുന്നു. ഞങ്ങൾക്കായി ക്രൂശേറ്റോനെ കൃപ ചെയ്യണം. തിമയർഹാലൽ ചൊൽവോനേ ഈശാനീ പരിശുദ്ധൻ ആത്മീയർ ശ്ലാഘിപ്പോനേ ശക്താനീ പരിശുദ്ധൻ മൺമയരാഘോഷിപ്പോനേ മൃദുഹീനാനീ പരിശുദ്ധൻ പാപികളനുതാപത്തോടർത്ഥിച്ചോതുന്നു. ഞങ്ങൾക്കായി ക്രൂശേറ്റോനെ കൃപ ചെയ്യണം. മേലുള്ളോർ മാനിപ്പോനേ ഈശാനീ പരിശുദ്ധൻ മധ്യമർ കീർത്തിക്കും മോനേ ശക്താനീ പരിശുദ്ധൻ കീഴുള്ളോർക്കും മോനേ മൃദുഹീനാനീ പരിശുദ്ധൻ വിശ്വസിനിയാം തിരുസഭതൻ സുതരാർത്ഥിക്കുന്നു. ഞങ്ങൾക്കായി ക്രൂശേറ്റോനെ കൃപ ചെയ്യണം. നാഥ കൃപ ചെയ്തിടേണം. നാഥ കൃപ ചെയ്യുകനിവാ നാഥ കർമാർത്ഥനകളെ നീ കൈക്കൊണ്ടും കൃപ
ചെയ്തിടേണം. ദേവേശ സ്തോത്രം. സൃഷ്ടാവേ തേ സ്തോത്രം. പാപികളാം ദാസരിലലിയും മഷിഹാരാജാവേ സ്തോത്രം. ബാറക്കുമോ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ ഒരു നാം പരിശുദ്ധമാക്കപ്പെടണമേ. നിന്റെ രാജ്യം വരയണമേ. നിന്റെ ദൃഷ്ട സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പോൾ ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ അടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ അടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, പിന്നെയോ ദുഷ്ടൻ ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്ക് നിനക്കുള്ളതാകുന്നു. ആമേൻ. കൃപ നിറഞ്ഞ മറിയമേ, നിനക്ക് സമാധാനം. നമ്മുടെ കർത്താവിനോടുകൂടെ സ്ത്രീകളിൽ വാഴ്ത്തപ്പെട്ടവൾ നീയാകുന്നു. നിന്റെ ദുരഫലമായ നമ്മുടെ കർത്താവ് യേശു മിശിഹ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ശുദ്ധമുള്ളവനെ മർത്തുമറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ദൈവം തമ്പുരാനോട് അപേക്ഷ കൊള്ളണമേ. ആമേൻ. ഈ പരിശുദ്ധ കുരിശ് ഇതിൽ സങ്കേതപ്പെടുന്നവർ ഇതിനാൽ ആത്മീകവും ശാരീരികവുമായ സകല വേദനകളിൽ നിന്നും രോഗങ്ങളിൽ നിന്നും പരിശുദ്ധ ദൈവമാതാവിൻ്റെയും സകല പരിശുദ്ധന്മാരുടെയും ശുദ്ധിമതികളുടെയും പ്രാർത്ഥനകളാൽ സംരക്ഷിക്കപ്പെടുവാനായി പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹായുടെയും നാമത്തിൽ പ്രതിഷ്ഠിക്കപ്പെടുന്നു. ഭസ്മോദാബോ ഉദാബ്രോ വദറുഹുഹായോ കാദീശൽഹായി അൽവുലാമുൽ മിൻ. ഈ കുരിശൻ തൊട്ടി ഇതിനെ ബഹുമാനിച്ച് ഇതിൽ സങ്കേതപ്പെടുന്ന വിശ്വാസികളുടെ സഹായത്തിനും തുണയ്ക്കും വാഴ്വുകൾക്കുമായി പിതാവിൻ്റെയും പുത്രൻ്റെയും ജീവനുള്ള പരിശുദ്ധ റൂഹായുടെയും നാമത്തിൽ നിത്യജീവനായി അനുഗ്രഹിക്കപ്പെട്ട് വെടിപ്പാക്കപ്പെട്ട് വിശദീകരിക്കപ്പെടുമാറാകട്ടെ. ഭസ്മോദാബോ ബ്രോ വദറുഹുഹായോ കാദീശുൽഹായി അൽവുലാമുൽ മിൻ. ഈ കുരിശൻ തൊട്ടി ഇതിനെ ബഹുമാനിച്ചതിൽ സങ്കേതപ്പെടുന്ന വിശ്വാസികളുടെ സഹായത്തിനും തുണയ്ക്കും വാഴ്വുകൾക്കുമായി പിതാവിൻ്റെയും പുത്രൻ്റെയും ജീവനുള്ള പരിശുദ്ധ റൂഹായുടെയും നാമത്തിൽ നിത്യജീവനായി അനുഗ്രഹിക്കപ്പെട്ട് വെടിപ്പാക്കപ്പെട്ട് വിശദീകരിക്കപ്പെടുമാറാകട്ടെ. ഭസ്മോദാബോ ഉദാബ്രോ വദറുഹുഹായോ കാദീശൽഹായി ദൽവുലാം ഉൽമീൻ. ഈ കുരിശൻ തൊട്ടി ഇതിനെ ബഹുമാനിച്ച് ഇതിൽ സങ്കേതപ്പെടുന്ന വിശ്വാസികളുടെ സഹായത്തിനും തുണയ്ക്കും വാഴ്വുകൾക്കുമായി പിതാവിൻ്റെയും പുത്രൻ്റെയും ജീവനുള്ള പരിശുദ്ധ റൂഹായുടെയും നാമത്തിൽ നിത്യജീവനായി അനുഗ്രഹിക്കപ്പെട്ട് വെടിപ്പാക്കപ്പെട്ട് വിശദീകരിക്കപ്പെടുമാറാകട്ടെ. ഭസ്മോദാബോ ഉദാബ്രോ വദറുഹുഹായോ കാദീശൽഹായി ദൽവുലാമുൽ മിൻ. ഈ കുരിശൻ തൊട്ടി ഇതിനെ ബഹുമാനിച്ച് ഇതിൽ സങ്കേതപ്പെടുന്ന വിശ്വാസികളുടെ സഹായത്തിനും തുണയ്ക്കും വാഴ്വുകൾക്കുമായി പിതാവിൻ്റെയും പുത്രൻ്റെയും ജീവനുള്ള പരിശുദ്ധ റൂഹായുടെയും നാമത്തിൽ നിത്യജീവനായി അനുഗ്രഹിക്കപ്പെട്ട് വെടിപ്പാക്കപ്പെട്ട് വിശദീകരിക്കപ്പെടുമാറാകട്ടെ. ഭസ്മോദാബോ ഉദാബ്രോ വദറുഹുഹായോ കാദീശുൽഹായി ദൽവുലാമുൽ മിൻ. والشينو بنينو ديتو كادستو دالوهو
Socadiso Sabias Mosia, Beniono Nito Cadiso Daloho. Tashbuto Likoro Hadrodro Modatliso Yusokadisto Shavias Busia. Valsheno Benino Deito Cadisto Daloho. Latishvotoli Koro Hedrorum Romodli Soyo Socadisto Shavias Busia. Valsheno Benino Ito Cadisto Daloho. Melum Nam Trutwatin Studi Mahimavunadi Adinum Dandiru Sabhayude Shandikyum Nanmekyo Sangadiyaka. Unmailum Nam Trutwate Studi Mahimavunadi Adinum Dandiru Sabhayude Shandikyum നന്മയ്ക്കും സംഗതിയാക. സർവശക്തിയുള്ള പിതാവായി ആകാശത്തിന്റെയും ഭൂമിയുടെയും കാണപ്പെടുന്നവയും കാണപ്പെടാത്തവയുമായ സൃഷ്ടാവായ സത്യദൈവത്തെ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഏകപുത്രനും സർവലോക പിതാവിനും ജനിച്ചവനും സൃഷ്ടിയല്ലാത്തവനും സാരാംശത്തിൽ പിതാവിനോട് സമതോളവനും സകലവും താൻ മുഖാന്തരമായി നിർമ്മിച്ചവനും മനുഷ്യരായ ഞങ്ങൾക്ക് രക്ഷയ്ക്കും വേണ്ടി തിരുമനസാപ്രകാരസ്വറൂന്നിറങ്ങി വിശുദ്ധ റൂഹായാൽ ദൈവമാതാവായ വിശുദ്ധനെ അറിയാവുന്ന ശരീരയെ തീർന്ന മനുഷ്യനായി ദിവസങ്ങളിൽ ഞങ്ങൾക്ക് വേണ്ടി കുരിശിൽ തറയ്ക്കപ്പെട്ട് കഷ്ടതനുഭവിച്ച് മരിച്ചടക്കപ്പെട്ട് മൂന്നാം ദിവസം എഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് കയറി തന്റെ പിതാവിന്റെ വലതുവാതിരുന്നവനും ജീവനുള്ളവരെയും മരിച്ചവരെയും വിധിപ്പാൻ തന്റെ വലിയ മുഖത്തോടെ ഇനി വരുവാനിരിക്കുന്നവനും രാജനവസാനമില്ലാത്തവനുമായ ഈശ്വരത്താവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ജീവിപ്പിക്കുന്ന കർത്താവും പിതാവിൽ നിറപ്പെട്ട് പിതാവിന്റെ പുത്രനോട് വന്ദിക്കപ്പെട്ട് സ്തുതിക്കപ്പെടുന്നവനും ദിവ്യന്മാരും സ്ലീഹന്മാരും സംസാരിച്ച് ജീവനും വിശുദ്ധിയുമുള്ള റൂഹായിലും കാതലിയോ സ്ലേഹിയുമായ ഏകവിശ്വയിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമോചനത്തിന് ഒരിക്കൽ മാത്രമാണ് നിങ്ങൾ ഏറ്റുപറഞ്ഞ് മരിച്ചുപോടെ വരുവാനെങ്കിൽ ലോകത്തിലെ പുതുജീവനുമായി ഞങ്ങൾ നോക്കി പാർക്കും. ആമീൻ പാറയ്ക്കുമോർ സോമൻ കാലുസ് കുറിയേലായിസോ. വലിയ ശത്രുക്കളെ നിന്നാൽ ഞങ്ങൾ ഹല്ലേലൂയ ദ്വേഷികളെ മെതിച്ചിടും നിൻ നാമത്തിൽ. വൈരികളിൽ നിന്നും കാത്തങ്ങളെ നീ ഹല്ലേലൂയ ശത്രുക്കളെ ലജ്ജിപ്പിച്ചു പാറയ്ക്കുമോ. മനോലം വാദാമുല്ലോലം ഉൽമീനാമീ വെല്ലുന്നു ശ്ലീബാവിദ്വേഷിയെ വെന്നു ശ്ലീബായി സാക്ഷിച്ചോർക്കായി ശ്ലീബായാകട്ടെ കോട്ട. നാഥൻ കോട്ടയുള്ള ദുഷ്ടനെ നാം പേടിക്കില്ല. തൻ ദിവ്യായുധധാരികളാം നമ്മൾക്കുന്നതിയുണ്ടാകും. പാർക്കുമോ സ്ലീബായി തോളിൽ താങ്ങി സിയോനിൽ നിന്നും പോയോ മൃതന്നസ്തികളിൻ മീതെ ചൊരിയട്ടെ കരുണാപാനി നീ ക്രൂശിതനാമീശോ സ്തോത്രം പാറപിളർന്നു തൻ ദുനിയ മൃതരേറെ സ്തോത്രം പാടി. സ്തുതിയുടെ രാജമകൾ ഹല്ലേലൂയ ഹല്ലേലൂയ നിൻവലമായി രാജഭാമിനിയും നിന്നടകരജൻ മോഹിപാൻ ഹാലേലുയ്യായോ ഹാലേ ലുയ്യാ നിൻ ജനമോർക്കായ പ്രതിഗ്രഹവും പാറയ്ക്കുമോ. മനോലം വാദാമുൽമൂലം ഉൽമീനാമേ പുകഴ്ച ഭജനമേ നിന്നിലുദിച്ചോരേകസുതൻ തൃക്കര ഞങ്ങളിൽ അലിവാന്തൻ പക്കലപേക്ഷയണേക്കേണം മറിയാമിൻ സ്മരണം വരദായകമാകാതൽ പ്രാർത്ഥന ഞങ്ങൾ ആത്മാവിന് കോട്ട പാറയ്ക്കുമോ. ദൈവപ്രസവിത്രീ കന്യക മറിയാമിൻ ഉയരുന്നോയാറിൽ സുഖപരിമളതോ
മുറിയോറാഹി മലൻപു ആധാരേ ഇടരുതേ പരിശുദ്ധേ ഞങ്ങൾക്കായുള്ള അർദ്ധനേ ഞങ്ങളിൽ ആർദ്രത തോന്നിയിട ഏകാത്മജനോടാർത്ഥിക്കാം പോലെ തളർത്തിടുമേ ഹല്ലേലൂയ വളരും അവൻ ലബനോൻ കാരകിൽ വൃദ്ധതയിലും അവർ തളിരിട്ടു തടച്ചിടുമേ ഹല്ലേലൂയ വർദ്ധിക്കും അവർക്ക് ദുഷ്ടി പുഷ്ടികളും പാർക്കുമോ മനോലം വാദാമുല്ലോലം ഉണ്ടേമേലും നിന്നോർമ്മ ഉദകണമേ നിൻ പ്രാർത്ഥന നിൻ ഓർമ്മേ ബഹുമാനീച്ചോർക്കായ് സൗമൻ കാലോസ് കുറിയേലായിസോ പ്രാർത്ഥനയും സമയമേതല്ലോ മാർ ബസേലിയോസ് മാർ ഗ്രിഗോറിയോസ് പതിവിൻ പാടി നിൻ കൂട്ട തലയായി പ്രാർത്ഥിക്ക ഇമ്പവഴും നിൻ പാട്ടിൽ ശ്രദ്ധിച്ചിടും നിൻ ആടുകളെ മോശെ പോൽ കൈവാഴ്ത്തേണം പറക്കുമോ നിന്നെ വരീശോരോ താതൻ മോർദിവന്നാസ്യോസ് നിന്നോർമ്മയെ ബഹുമാനീച്ച സുതനും സ്തോത്രം നിന്നെ മോടി ചോടിടുന്ന റൂഹാവന്നിൻ നിൻ പ്രാർത്ഥന കൃപയേറ്റട്ടെ ഞങ്ങൾക്കെന്നും പരിശുദ്ധന്മാരെ നിങ്ങൾ പ്രാർത്ഥിപ്പിൻ കർത്താവോടായി അടികളെയും തൻ കോപത്തിൻ വടികളെയും മായിച്ചിട. ആകാശത്തെയും ഭൂമിയെ സൃഷ്ടികർത്താവിനാൽ നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കപ്പെട്ടവരാകുന്നു. ആത്മീയമായ ശുശ്രൂഷയിൽ സംബന്ധിച്ച് നിങ്ങളെല്ലാവരെയും ദൈവമായ കർത്താവ് വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ദൈവമായ കർത്താവ് നിങ്ങൾക്കും വിശ്വാസികളായ നിങ്ങളുടെ പരേതരുടെ ആത്മാക്കൾക്കും ആശ്വാസം നൽകട്ടെ. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായ ദൈവമേ, ബലഹീനമുള്ളതും കുറവുള്ളതുമായ ഞങ്ങളുടെ പ്രാർത്ഥനകൾ ഉന്നതമായ അവിടുത്തെ സിംഹാസനത്തിന് മുമ്പാകെ കേൾക്കപ്പെട്ടതും അംഗീകരിക്കപ്പെട്ടതുമായി ആക്കി തീർക്കുമാറാകണമേ. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ, കൃപയുണ്ടായി ഞങ്ങളോട് കരുണ ചെയ്യണമേ. നിനക്ക് സ്തുതി, എന്നേക്ക് ഞങ്ങൾ ശരണവുമേ നിനക്ക് സ്തുതി. ബാറയ്ക്കുമോ. നമ്മുടെ നേർച്ച പെട്ടിയിലെ ആദ്യത്തെ നേർച്ചയിടുന്ന അഭിനന്ദ പിതാവാണ്. തിരുമേനി അതിന് നേർച്ചയിടുന്നു. അതിനുശേഷം കൈമുത്തുണ്ട്. ഞാൻ നിൽക്കുന്ന എൻ്റെ കൈ കാണാമല്ലോ, വലത്ത് ഭാഗത്തൂടെ വന്ന് നേർച്ചയിട്ട് തിരുമേനിയുടെ കൈമുത്തി നേർച്ചയിട്ട് അത് പ്രദക്ഷിണം ചെയ്ത് തെക്ക് ഭാഗത്തൂടെ പുറത്തിറങ്ങുമ്പോൾ ഇതിൻ്റെ പുറകിലായിട്ടാണ് എല്ലാവർക്കും നേർച്ചകൾ ക്രമീകരിച്ചിരിക്കുന്നത്. എല്ലാവരും അത് സ്വീകരിക്കുവാൻ തക്കവണ്ണമായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം എന്നുള്ള കാര്യവും കൂടെ സ്നേഹമായിട്ട് അറിയിക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഒറ്റ ലൈനായിട്ട് വന്ന് കൈമുത്താവുന്നതാണ്. ഒപ്പം ഒരു വാക്ക് പ്രിയപ്പെട്ട ജിബിനച്ചൻ നന്ദി അറിയിക്കും. പലരും ചെരുപ്പ് പുറത്ത് ഇട്ടിട്ടാണ് കയറിയിരിക്കുന്നത്. ആ ചെരുപ്പുകൾ അവരവരുടെ തന്നെ എടുത്തുകൊണ്ട് പോകാൻ ശ്രദ്ധിക്കണം. അതൊന്ന് ശ്രദ്ധിക്കുക. ഒരു കണ്ണാടി എൻ്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. ആരുടെയാണെന്ന് വെച്ചാൽ ട്രസ്റ്റിയുടെ കയ്യിൽ നിന്നും അത് വാങ്ങിച്ചേക്കേണ്ടതാണ്. ദൈവതിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. അഭിവന്യ തിരുമനസിൻ്റെ അനുവാദത്തോടുകൂടി ഒരു വാക്ക് നന്ദി അർപ്പിക്കുവാൻ തക്കവണ്ണം ഈ അവസരം വിനിയോഗിക്കുകയാണ്. ദൈവത്തിൻ്റെ അളവറ്റ കൃപയാലും പരിശുദ്ധ അമ്മയുടെ വലിയ മധ്യസ്ഥതയാലും
ദീർഘകാലമായുള്ള നമ്മുടെ ആഗ്രഹപ്രകാരം ഈ കുരിശടി നവീകരിക്കുവാനും അത് ദൈവസന്നിധിയിൽ സമർപ്പിക്കുവാനും തക്കവണ്ണം നമുക്ക് ഇടയായി. അച്ഛൻ പ്രാരംഭത്തിൽ ഓർത്തതുപോലെ ഏറെ പ്രതിസന്ധികളും പ്രതികൂലതകളും ഒക്കെ ഉണ്ട് എങ്കിലും ദൈവകൃപയിൽ അതൊക്കെയും അതിജീവിച്ചുകൊണ്ട് മനോഹരമായി ഇതിൻ്റെ പണികൾ പൂർത്തീകരിക്കുവാൻ തക്കവണ്ണം നമുക്കിടയായി. ദൈവത്തെ മഹത്വപ്പെടുത്താം. പ്രത്യേകിച്ച് വളരെ തിരക്കുകൾക്കിടയിലും നമ്മളുടെ ക്ഷണം സ്വീകരിച്ച് ഈ കുരിശടിയിലേക്ക് എഴുന്നള്ളി വരികയും ഇതിൻ്റെ കൂദാശ നിർവഹിച്ച് നമ്മളെ അനുഗ്രഹിക്കുകയും ചെയ്ത ഇടവക മെത്രാപ്പോലിത്ത അഭിവന്യ ഡോക്ടർ എബ്രഹാമ സെറാഫിൻ തിരുമനസിനുള്ളതായ നന്ദിയും കൃതജ്ഞതയും അവിടുത്തെ തൃപ്പാദത്തിങ്കൽ സമർപ്പിക്കുന്നു. തൽക്കാലം ആരും ചെരുപ്പൂരാൻ നിൽക്കണ്ട, കയറി വന്ന് തിരുമയുടെ കൈമുത്തി പോവുക, അതാണ് ചെയ്യേണ്ടുന്നത്. കമ്മിറ്റി അംഗങ്ങളുടെ പ്രിയപ്പെട്ട അച്ഛന്മാർക്ക് ലഘുഭക്ഷണം കൊടുക്കാനുള്ള കാര്യങ്ങൾ ചെയ്താട്ടെ, അവിടെ നിന്ന് എടുത്തു കൊടുത്താട്ടെ. അഭിനയ തിരുമനസ്സുകൊണ്ട് അച്ഛൻ സൂചിപ്പിച്ചുവല്ലോ, ഒരു യാത്രയ്ക്കായിട്ട് ഒരുങ്ങുകയാണ്. സമയം ഇല്ലാതിരുന്നിട്ടും നമുക്ക് വേണ്ടി ഈ സമയം കണ്ടെത്തി പ്രത്യേകിച്ച് ഇടവകയുടെ ഏതാവശ്യത്തിനും നമ്മോടൊപ്പം അഭിവന്യ തിരുമനസിൻ്റെ സാന്നിധ്യമുണ്ട്. ഒരിക്കൽ കൂടി അഭിവന്യ പിതാവിനോടുള്ളതായ നന്ദിയും സ്നേഹവും വകയാർ സെൻറ് മേരീസ് ഇടവകയുടേതായ എല്ലാ കൃതജ്ഞതയും ഈ അവസരത്തിൽ അവിടുത്തെ തൃപ്പാദത്തിങ്കൽ സമർപ്പിച്ചുകൊള്ളുന്നു. സാന്നിധ്യം കൊണ്ടും പ്രാർത്ഥന കൊണ്ടും നമ്മെ അനുഗ്രഹിച്ച ഇടവകയുടെ മുൻ വികാരിമാരും അതോടൊപ്പം തന്നെ തുമ്പോൺ ഭദ്രാസനത്തിൻ്റെ മുൻ സെക്രട്ടറിയുമായിരിക്കുന്ന ബഹുമാനപ്പെട്ട തോമസ് ജോൺസൺ കോർപ്പിസ്കോപ്പാച്ചൻ, തുമ്പോൺ ഭദ്രാസന സെക്രട്ടറി ആയിരിക്കുന്ന ബഹുമാനപ്പെട്ട ജോൺസൺ കല്ലട്ടതിൽ കോർപ്പിസ്കോപ്പാച്ചൻ, വന്യരായ 2 വൈദിക ശ്രേഷ്ഠരോടുമുള്ളതായ നന്ദി സ്നേഹവും ഇടവകയ്ക്ക് വേണ്ടി അറിയിച്ചു കൊള്ളുന്നു. സാന്നിധ്യം കൊണ്ടും പ്രാർത്ഥന കൊണ്ടും നമ്മളെ അനുഗ്രഹിച്ച ഇടവകയുടെ മുൻ വികാരിമാർ ബഹുമാനപ്പെട്ട റോയ് എം ജോയി അച്ഛൻ, ബഹുമാനപ്പെട്ട ഷൈജു കുര്യൻ അച്ഛൻ, ബഹുമാനപ്പെട്ട അഖിൽ വർഗീസ് അച്ഛൻ, ടിബിൻ ജോൺ അച്ഛൻ, വന്യരായ എല്ലാ വൈദികരോടുമുള്ളതായ നന്ദി ഇടവകയ്ക്ക് വേണ്ടി അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ സമീപ ഇടവകകളുടെ വികാരിമാരായിരിക്കുന്ന ബഹുമാനപ്പെട്ട റോയി സൈമൺ അച്ഛൻ, സുനിൽ കെ എബ്രഹാം അച്ഛൻ, ജോബിൻ യോഹന്നാൻ അച്ഛൻ, അതോടൊപ്പം തന്നെ ബഹുമാനപ്പെട്ട ലിബിൻ സി സൈമൺ അച്ഛൻ, ഇടവക അംഗങ്ങളായിരിക്കുന്ന ബഹുമാനപ്പെട്ട ബിജു ഷൗമേലച്ചൻ, ആഷ്ലി ജോൺ തോമസ് അച്ഛൻ, അനീസ് കറിയ അച്ഛൻ, അതോടൊപ്പം തന്നെ നമ്മുടെ സമീപവാസി കൂടിയായിരിക്കുന്ന ബഹുമാനപ്പെട്ട റോയി അച്ഛൻ, കത്തോലിക്ക ദേവാലയത്തിൻ്റെ ചുമതല വഹിക്കുന്ന ബഹുമാനപ്പെട്ട ജോർജ് മാത്യു അച്ഛൻ, എല്ലാ വൈദികരോടുമുള്ളതായ നന്ദി സ്നേഹവും ഇടവകയ്ക്ക് വേണ്ടി ഈ അവസരത്തിൽ അറിയിക്കുന്നു. അഭിവന്യ തിരുമനസിൻ്റെ സെക്രട്ടറിയായി പ്രവർത്തിക്കുന്ന ബഹുമാനപ്പെട്ട സാലു ഷമാഷിനോടും തിരുമേനിയുടെ സാരഥി പ്രിയപ്പെട്ട ജ്യോതിച്ചാനോടുമുള്ളതായ നന്ദി സ്നേഹവും ഈ അവസരത്തിൽ പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. ഈ കൂദാശ കർമ്മത്തിൽ നമ്മോടൊപ്പം പ്രാർത്ഥനാപൂർവമായിരിക്കുന്ന തുമ്പോൺ ഭദ്രാസന കൗൺസിൽ മെമ്പർ ബഹുമാനപ്പെട്ട അനി എബ്രഹാം അവറുകൾ, അതോടൊപ്പം തന്നെ കൗൺസിൽ മെമ്പറായിരിക്കുന്ന ഐവാൻ ചാൻ ഇതിൻ്റെ നമ്മുടെ ഇടവക അംഗമാണ്. പ്രത്യേകിച്ച് നന്ദി പറയേണ്ട ആവശ്യമില്ല എങ്കിൽ കൂടിയും ഭദ്രാസന കൗൺസിൽ മെമ്പറായ 2 പേരോടുമുള്ളതായ നന്ദി സ്നേഹവും ഇടവകയ്ക്ക് വേണ്ടി അറിയിച്ചു കൊള്ളുന്നു. സഭാ മാനേജിംഗ് കമ്മിറ്റി അംഗമായിരിക്കുന്ന ബഹുമാനപ്പെട്ട അജിച്ചാൻ്റെ സാന്നിധ്യമുണ്ട്, നമ്മുടെ ഇടവകയുടെ ഭാഗമാണ്. പ്രിയപ്പെട്ട അജിച്ചാനുള്ളതായ നന്ദിയും ഇടവകയ്ക്ക് വേണ്ടി ഈ അവസരത്തിൽ അറിയിക്കുന്നു. ഈ കൂദാശ കർമ്മത്തിൽ പ്രത്യേകിച്ച് ഈ കുരിശടി ഇപ്രകാരം ഇവിടെ സ്ഥാപിക്കുവാൻ തക്കവണ്ണം ഇടയായത് ഇടവക ജനങ്ങളുടെ അകമഴിഞ്ഞ സഹായവും പ്രാർത്ഥനയും അർപ്പണബോധവും കൊണ്ടാണ്. എല്ലാ ഇടവക ജനങ്ങളോടുമുള്ളതായ നന്ദി സ്നേഹവും ഒറ്റവാക്കിൽ അറിയിച്ചു കൊള്ളുന്നു. പ്രിയപ്പെട്ട ഇടവക വികാരി ബഹുമാനപ്പെട്ട ജേക്കബ് ബേബി അച്ഛൻ്റെ സഹധർമ്മിണി പ്രിയപ്പെട്ട കൊച്ചമ്മയുടെ സാന്നിധ്യം ഇവിടെയുണ്ട്. അതുപോലെ തന്നെ മകൻ കടന്നു വന്നിട്ടുണ്ട്. കുടുംബാംഗങ്ങളോടൊക്കെയുള്ളതായ നന്ദി ഈ അവസരത്തിൽ പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. സമീപ ഇടവകകളുടെ സാന്നിധ്യവും പ്രാർത്ഥനയും എപ്പോഴും നമ്മോട് കൂടെയുണ്ട്. പ്രത്യേകിച്ച് അച്ഛൻ സ്വാഗതത്തിൽ ഓർപ്പിച്ചതുപോലെ ഈ കുരിശടിയുടെ നേർച്ച വഞ്ചി നേർച്ചയായിട്ട് അത് സമർപ്പിച്ചിരിക്കുന്നത് നമ്മുടെ സമീപ ദേവാലയമായ സെൻറ് മേരീസ് മലങ്കര കത്തോലിക്ക ഇടവകയാണ്. ആ ദേവാലയത്തോടും അതിൻ്റെ ചുമതല വഹിക്കുന്ന ബഹുമാനപ്പെട്ട കൈതോണച്ചനോടും അതോടൊപ്പം തന്നെ സമീപ ഇടവകളായ മുരിപ്പേൽ സെൻറ് ജോർജ് യാക്കോബായ സുറിയാനിപ്പള്ളി, പേരൂർക്കുളം സെൻറ് ജോർജ് യാക്കോബായ സുറിയാനിപ്പള്ളി, പൂവൻപാറ മർത്തോമ ഇടവക തുടങ്ങി സമീപത്തുള്ള എല്ലാ ദേവാലയങ്ങളിലുള്ള ഇടവക ജനങ്ങളോടുമുള്ളതായ നന്ദി സ്നേഹവും ഈ അവസരത്തിൽ ഇടവകയ്ക്ക് വേണ്ടി അറിയിക്കുന്നു. ദയവായി കൈമുത്താൻ കടന്നു വരുന്നവർ വലതുവശം ചേർന്ന് വരിക. കൈമുത്തി ഇറങ്ങുന്നവർക്ക് വേണ്ടി ഇടതുഭാഗം അത് ഒഴിച്ചിടണമെന്നുള്ള കാര്യം ഓർപ്പിക്കുന്നു.
ഈ കുരിശടിയുടെ സമീപവാസികളായ ഇടവകയുടെ നന്മ ആഗ്രഹിക്കുന്നതായ എല്ലാ അഭ്യുദയകാംക്ഷികളോടുമുള്ളതായ നന്ദിയും സ്നേഹവും ഇടവകയ്ക്ക് വേണ്ടി ഈ അവസരത്തിൽ അറിയിച്ചു കൊള്ളുന്നു. പ്രത്യേകിച്ച് ഇപ്രകാരം ഒരു കുരിശടി ഇവിടെ സ്ഥാപിക്കുവാൻ തക്കവണ്ണം ഇടയായത് അച്ഛൻ സൂചിപ്പിച്ചതുപോലെ കൊച്ചുതുണ്ടിൽ, അതായത് പുതുവേലിൽ ഷാജൻ ഡാനിയേലും കുടുംബവും മകൻ സ്റ്റാലിൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടി ഈ സ്ഥലം സമർപ്പിച്ചതുകൊണ്ടാണ്. ആ കുടുംബത്തോടുള്ളതായ ഇടവകയുടെ നന്ദി പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. ഈ കുരിശടി അത് റോഡ് വികസിപ്പിച്ച സമയത്ത് 2-3 അടി റോഡ് ലെവലിൽ നിന്ന് താഴെയായപ്പോൾ ഇത് ഉയർത്തുവന്ന ആ ഒരു സാഹചര്യത്തിൽ വീണ്ടും 3 അടി ഭൂമി വീതം ഇതിന് ചുറ്റളവിൽ നൽകിക്കൊണ്ട് ആ കുടുംബം നമ്മളെ സഹായിച്ചു. ആ കുടുംബത്തോടുള്ളതായ നന്ദിയും സ്നേഹവും ഇടവകയ്ക്ക് വേണ്ടി ഒരിക്കൽ കൂടി അറിയിക്കുന്നു. ഈ കുരിശ് നമുക്ക് പണിത് നൽകിയത് പ്രിയപ്പെട്ട മനുവാണ്. മനുവിനോടും അദ്ദേഹത്തോടൊപ്പം പ്രവർത്തിച്ച എല്ലാ പ്രിയപ്പെട്ടവരോടുമുള്ളതായ നന്ദി ഈ ഇടവകയ്ക്ക് വേണ്ടി അവസരത്തിൽ അറിയിക്കുന്നു. കൽക്കുരിശിന് ചുറ്റുമുള്ളതായ ചുറ്റുമതിലും പ്രത്യേകിച്ച് ഫോട്ടോ വെക്കുവാനുള്ളതായ ഫ്രെയിമും ഒക്കെ ക്രമീകരിച്ച് ഇതിൻ്റെ ബാക്കി പണികളൊക്കെയും നടത്തിയത് പ്രിയപ്പെട്ട ദാനിയേൽ മേശ്ശേരിയുടെ നേതൃത്വത്തിലാണ്. ദാനിയേൽ മേശ്ശേരിയും ഒപ്പം സേതുവും അദ്ദേഹത്തോടൊപ്പം പ്രവർത്തിച്ചവരായ എല്ലാ പ്രിയപ്പെട്ടവരും വളരെ സമർപ്പണത്തോടുകൂടി ഈ പണികൾ പൂർത്തീകരിക്കുവാൻ തക്കവണ്ണം അവർ അധ്വാനിച്ചു. അവരെല്ലാവരോടുമുള്ളതായ നന്ദി ഇടവകയ്ക്ക് വേണ്ടി ഈ അവസരത്തിൽ അറിയിച്ചു കൊള്ളുന്നു. ദയവായി കൈമുത്താൻ കടന്നു വരുന്നവർ വലത്തുവശം ചേർന്ന് വരിക. കൈമുത്തി ഇറങ്ങുന്നവർക്ക് വേണ്ടി ഇടത്തുവശം ഒഴിച്ചിടുക. കുരിശടിയുടെ ഇടത്ത് ഭാഗത്ത് നിൽക്കുന്നവരെല്ലാം വലത്തുവശത്തേക്ക് വന്ന് അതുവഴി കയറി വരിക. നമ്മുടെ ഈ കുരിശടിയുടെ തറ അതിൻ്റെ സ്റ്റോൺ വർക്ക് ചെയ്ത് നമ്മളെ സഹായിച്ചത് ഷാജി രവീന്ദ്രനും അദ്ദേഹത്തോടൊപ്പം പ്രവർത്തിക്കുന്നവരുമാണ്. അവരോടുള്ളതായ നന്ദി അറിയിക്കുന്നു. ഇതിൻ്റെ ഗ്രിൽ വർക്ക് ചെയ്ത് നൽകിയവരോടുള്ളതായ നന്ദി അറിയിക്കുന്നു. ഇതിലെ ഫോട്ടോസും ബോർഡും ഒക്കെ ക്രമീകരിച്ചത് കോട്ടയത്തുള്ളതായ പാമ്പാടിയിലുള്ളതായ അഡോൺ രാജു അദ്ദേഹത്തിൻ്റെ കൂടെയുള്ളവരുമാണ്. അവരോടുള്ളതായ നന്ദി അറിയിക്കുന്നു. ഇന്നിവിടെ കൈമുത്തി ഇറങ്ങുന്ന അവസരത്തിൽ അതിനുള്ളതായ നേർച്ചകൾ സമർപ്പിച്ച ധാരാളം ആളുകളുണ്ട്. അവരെല്ലാവരോടുമുള്ളതായ നന്ദി ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. ഈ കുരിശടിയുടെ സമീപത്തുള്ളതായ കാര്യങ്ങൾ, അലങ്കാര കാര്യങ്ങളൊക്കെയും ചെയ്യുവാൻ തക്കവണ്ണം പ്രതികൂലമായ കാലാവസ്ഥയ്ക്കിടയിലും വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് അത് നിർവഹിച്ച ഇടവകയിലെ യുവജന പ്രസ്ഥാന അംഗങ്ങളോടുള്ളതായ നന്ദി പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ ഇവിടെ ക്രമീകരിച്ചിരിക്കുന്നതായ ഈ മാതാവിൻ്റെ ഫോട്ടോ അത് ഒരു കുടുംബമാണ് നേർച്ചയായിട്ട് സമർപ്പിച്ചിരിക്കുന്നത്. പേര് വെളിപ്പെടുത്തരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ആ കുടുംബത്തോടുള്ളതായ പ്രത്യേകമായ നന്ദിയും ഇടവകയ്ക്ക് വേണ്ടി അറിയിക്കുന്നു. ദയവായി ആ സൈഡിൽ കൈമുത്താൻ ഇനിയുള്ളവർ വലത്തുവശത്തേക്ക് ഇങ്ങ് വന്നേ. ഇതിൻ്റെ കുരിശടി കൂദാശയുടെ ലൈവ് ക്രമീകരിച്ചിരിക്കുന്നത് ഔഗെയിൻ മീഡിയയാണ്. ഔഗെയിൻ മീഡിയയോടുള്ളതായ നന്ദിയും സ്നേഹവും പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. അതിനുവേണ്ടി സാമ്പത്തിക സഹായം നൽകിയവരുള്ളതായ നന്ദിയും ഇടവകയ്ക്ക് വേണ്ടി അറിയിക്കുകയാണ്. ഇവിടെയുള്ളതായ ഈ നോട്ടീസ് ബോർഡ്, അതുപോലെ തന്നെ ഫലകം, ഈ കുരിശടിയുടെ പുറകിൽ ഒരു ഫോട്ടോ പ്രത്യേകമായിട്ട് ക്രമീകരിക്കുന്നുണ്ട്. അതൊക്കെയും നേർച്ചയായിട്ട് സമർപ്പിച്ചിരിക്കുന്നത് ഇടവകയിലെ ഒരുപറ്റം സീനിയറായിട്ടുള്ള യുവജനങ്ങളാണ്. പ്രത്യേകിച്ച് നാട്ടിലുള്ളവരുണ്ട്, പുറത്ത് ജോലിക്കായിട്ട് പോയവരുണ്ട്. ആ യുവജനങ്ങളെല്ലാവരോടുമുള്ളതായ നന്ദി ഇടവകയ്ക്ക് വേണ്ടി ഈ അവസരത്തിൽ പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. കൈമുത്തി ഇറങ്ങുന്നവർ കുരിശടിയുടെ പുറകുവശത്തായിട്ട് നേർച്ച ക്രമീകരിച്ചിട്ടുണ്ട്. അതുകൂടി സ്വീകരിച്ച ശേഷം മാത്രമേ പോകാവൂ എന്നുള്ള കാര്യവും പ്രത്യേകമായിട്ട് ഓർപ്പിക്കുന്നു.
ഈ കുരിശടിയുടെ നിർമ്മാണത്തിന് വേണ്ടി ഇതിനുവേണ്ടി ഒരു കമ്മിറ്റി പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു. ആ കുരിശടി നിർമ്മാണ കമ്മിറ്റിയോടുള്ളതായ പ്രത്യേകമായ നന്ദി ഇടവകയ്ക്ക് വേണ്ടി അറിയിക്കുന്നു. പ്രത്യേകിച്ച് ഒരാളുടെ കാര്യം ഒന്ന് എടുത്തു പറയുവാൻ തക്കവണ്ണം ആഗ്രഹിക്കുകയാണ്. ആ കുരിശടി കമ്മിറ്റിയിലുണ്ടായിരുന്ന പ്രിയപ്പെട്ട റോബിൻസാൻ ഇതിൻ്റെ ആദ്യ സമയം മുതൽ ഇതിൻ്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്നു. എന്നാൽ നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ ഇപ്പോൾ രോഗാവസ്ഥയിലാണ്. റോബിൻസാനോടും പ്രത്യേകിച്ച് ആ കമ്മിറ്റിയുടെ കൺവീനറായി പ്രവർത്തിച്ച ഐവാൻ ചാൻ ഉൾപ്പെടെ അതിലുള്ള എല്ലാ പ്രിയപ്പെട്ടവരോടുമുള്ളതായ നന്ദി സ്നേഹവും ഇടവകയ്ക്ക് വേണ്ടി അറിയിക്കുന്നു. ഈ കുരിശടി ഇപ്രകാരം ഇവിടെ നവീകരിച്ച് ഇത് കൂദാശ നിർവഹിക്കാൻ തക്കവണ്ണം ഇടയായതിൽ ഇടവകയുടെ ട്രസ്റ്റിയുടെയും സെക്രട്ടറിയുടെയും പങ്ക് അത് എത്ര പറഞ്ഞാലും മതിയാവുകയില്ല. പ്രത്യേകിച്ച് ഈ ഒരു കുരിശടി ഇപ്രകാരം ഇവിടെ നവീകരിക്കണമെന്നുള്ളതായ വലിയൊരു ആഗ്രഹത്തോടു കൂടി അതിനുവേണ്ടി അവർ അത്യധ്വാനം ചെയ്തു. പ്രത്യേകിച്ചൊരു 3-4 ആഴ്ചയിലധികമായിട്ട് അവരുടെ ഭവനങ്ങളിലുള്ള കാര്യങ്ങൾ കൂടി മാറ്റിവെച്ച് മുഴുവൻ സമയവും ഇതിനു വേണ്ടി നിന്ന് സ്വന്തം ഭവനത്തിലെ കാര്യങ്ങൾ നിർവഹിക്കുന്ന അതേ സമർപ്പണത്തോടുകൂടി ഈ കുരിശടിയുടെ നിർമ്മാണം പൂർത്തീകരിക്കുവാൻ തക്കവണ്ണം അവരൊത്തിരി അധികം അധ്വാനിച്ചു. പ്രത്യേകിച്ച് ഇടവകയുടെ ട്രസ്റ്റി പ്രിയപ്പെട്ട വർഗീസ് ഷൗമേൽ ബിജുസാനോടും പ്രിയപ്പെട്ട സെക്രട്ടറി ഷാജിച്ചാനോടും ഉള്ളതായ നന്ദിയും സ്നേഹവും ഇടവകയ്ക്ക് വേണ്ടി അർപ്പിക്കുകയാണ്. അതൊരു വാക്കിൽ ഒതുക്കുവാൻ കഴിയുന്നതല്ല. ഇടവകയുടെ ഹൃദയപൂർവ്വമായ നന്ദി രണ്ടുപേരോടും ഒരിക്കൽ കൂടി ഈ അവസരത്തിൽ അറിയിച്ചു കൊള്ളുന്നു. അവരോടൊപ്പം ചേർന്ന് നിന്ന് ഈ കുരിശടിയുടെ നിർമ്മാണത്തിന് വേണ്ടി പ്രവർത്തിച്ച അധ്വാനിച്ച ഇടവകയുടെ മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങളെല്ലാവരോടുമുള്ളതായ നന്ദി സ്നേഹവും ഇടവകയ്ക്ക് വേണ്ടി ഈ അവസരത്തിൽ അറിയിക്കുന്നു. ഇന്ന് അഭിവന്യ തിരുമനസിനും വൈദികർക്കൊക്കെ ഉള്ളതായ ഭക്ഷണം ക്രമീകരിച്ചിരിക്കുന്നത് വകയാർ എസ്റ്റേറ്റ് ആനി കോശിയും കുടുംബവുമാണ്. ആ കുടുംബത്തോടുള്ളതായ നന്ദിയും ഈ അവസരത്തിൽ അറിയിച്ചു കൊള്ളുന്നു. ഇതിൻ്റെ പന്തൽ ഇവിടെ ക്രമീകരിച്ചവർ, ലൈറ്റ് ആൻഡ് സൗണ്ട് ക്രമീകരിച്ച അഖിൽ സൗണ്ട് തുടങ്ങി എല്ലാ പ്രിയപ്പെട്ടവരോടുമുള്ളതായ നന്ദി ഒരിക്കൽ കൂടി ഇടവകയ്ക്ക് വേണ്ടി അറിയിക്കുന്നു. ഈ കുരിശടി നിർമ്മാണത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുകയും അധ്വാനിക്കുകയും സാമ്പത്തികമായ കൈത്താങ്ങൽ നൽകുകയും ഒക്കെ ചെയ്ത ആരുടെയെങ്കിൽ പേരുകൾ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ സദയം ക്ഷമിക്കുക. എല്ലാവരോടുമുള്ളതായ നന്ദി ഒരിക്കൽ കൂടി ഈ അവസരത്തിൽ അറിയിച്ചു കൊള്ളുന്നു.
കൈമത്തി ഇറങ്ങുന്ന എല്ലാവരും നേർച്ച സ്വീകരിച്ച ശേഷമേ പോകാവൂ എന്നുള്ള കാര്യം ഓർപ്പിക്കുന്നു. അഭിനന്ദ തിരുമനസ്സുകൊണ്ട് നമ്മുടെ നേർച്ച വഞ്ചിയിലെ ആദ്യത്തെ നേർച്ച സമർപ്പിച്ചു. എല്ലാവർക്കും അതിനുള്ളതായ അവസരമുണ്ട്. നേർച്ച വഞ്ചിയുടെ 2 സൈഡിൽ കൂടിയും നേർച്ചയിടുവാനുള്ളതായ സൗകര്യമുണ്ട്. എല്ലാവരും ആ വഞ്ചിയിലും നേർച്ച സമർപ്പിച്ച ശേഷമേ പോകാവുന്നുള്ള കാര്യം ഓർപ്പിക്കുന്നു. ജനനീ പരിശുദ്ധ പ്രാർത്ഥനയാൽ നാഥ പുണ്യം ഞങ്ങൾക്കും വിഗതർക്കും നൽകാ. മറിയാമിൻ സ്മരണം വരദായകമാകാ. തൽപ്രാർത്ഥന ഞങ്ങൾ ആത്മാവിനു കോട്ട. പരിശുദ്ധ സ്ലീഹ നിബിസഹദേന്മാരെ യാചിപ്പിൻ കൃപയെ. ഞങ്ങൾക്കായി നിങ്ങൾ നിൻ ശരണേ മൃതരാ. താത സഹോദരരിൽ ചൊരിയണമേ മോദ പനിനീരന്നാദ. സുസ്മൃതി ജനനിക്കും വിശ്രുതി സിദ്ധർക്കും ജീവൻ വിഗതർക്കും ചേർപ്പോനെ സ്തോത്രം. ജനനി പരിശുദ്ധ പ്രാർത്ഥനയാൽ നാഥ പുണ്യം ഞങ്ങൾക്കും വിഗതർക്കും നൽകാ. ജനനീ യജമാനൻ വരുമന്നേരത്തുണർവുള്ളോരായുധൻ മുന്തിരിത്തോപ്പിൽ പണിയായി കാൺമോരോധന്യര പകലെല്ലാം തൻ കൂടെ പണിതോ കവനര കേട്ടി പരികർമ്മിച്ചിടും. താതനരുത്തും മേശയ്ക്ക് പരികർമ്മിക്കും സുതൻ. റുക്കുദിശ പാറകലിത മുടയുന്നോരോ ലൂയ ചൂടും മകുടത്തിൽ. നാഥനു ബലിയേകാം ഒന്നിച്ചു പാടി നാഥനെ സ്തുതിക്കാം. നിന്മകൻ നിന്മകൻ ഇതാ വരുന്നു. നിന്മകൻ നിന്മകൻ ഇതാ വരുന്നു. നിനക്കർപ്പിക്കാൻ കാഴ്ചയുമായി. അൾത്താരയിൽ നാഥ നിന്നെ കാണുവാൻ അൾത്താര മുന്നിലിതാ.
വിശുദ്ധി കാത്തുപാലിക്കാൻ എൻ കാഴ്ചകൾ നാഥ സ്വീകരിക്കൂ. നന്ദി പറഞ്ഞപ്പോൾ ഒരു വാക്ക് പറയാൻ വിട്ടുപോയി. ഇടവകയുടെ പ്രധാന ശുശ്രൂഷൻ പ്രിയപ്പെട്ട രാജ്ചാനും അതോടൊപ്പം തന്നെ പ്രിയപ്പെട്ട ജെയിംസ് അച്ചാൻ ഈ ദിവസങ്ങളിലൊക്കെയും ഇവിടെ വന്ന് ഇതിൻ്റെ പരിസരമൊക്കെയും വൃത്തിയാക്കുവാനും ഒക്കെയും ഒരുപാട് അധ്വാനിച്ചു. പ്രിയപ്പെട്ട രാജ്ചാനോടും ജെയിംസ് അച്ചാനോടുള്ളതായ നന്ദി ഇടവകയ്ക്ക് വേണ്ടി അറിയിച്ചു കൊള്ളുന്നു. ഒരു കുറ്റവും ചെയ്യാത്ത നാഥ, നിന്നെ ക്രൂശിച്ച പാപിയല്ല